ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹർദ്ദമായിട്ടുള്ള സ്വാഗതം. അപ്പോൾ നമ്മളുടെ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ 6 ആഴ്ചകളിലെ പഠനങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ആ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരാഴ്ചയിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ചേർത്തൊരു വീക്ക്ലി സാറ്റർഡേ ടെസ്റ്റ് നമ്മൾ നടത്താറുണ്ട് അല്ലേ? 6 ആഴ്ചകളിലേക്ക് നമ്മളിപ്പോൾ കടന്നിരിക്കുകയുമാണ്. ഈ 6ാമത്തെ ആഴ്ചയിൽ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ വെയിറ്റേജ് കൂടിയതായത് കാരണം നമ്മൾ എല്ലാ ആഴ്ചയും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ ഈ വീക്ക് പ്യുവർലി നമ്മളൊരു GK ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വീക്കാണ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വീക്കിൽ അഗൈൻ നമ്മൾ മാത്സും ഇംഗ്ലീഷും ഒക്കെ അഗൈൻ ഉൾപ്പെടുത്താൻ പോവുകയാണ് നെക്സ്റ്റ് സ്റ്റഡി പ്ലാനിൽ. ഇന്ന് ഡിസ്കഷൻ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി നിങ്ങൾക്ക് അടുത്ത ആഴ്ചയുടെ ടൈം ടേബിളും കിട്ടും, എന്തൊക്കെ വിഷയങ്ങളാണ് അടുത്ത ആഴ്ച കവർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 6ാമത്തെ ആഴ്ചയുടെ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള GK ഏതൊക്കെ ഭാഗമായിരുന്നു? കേരള ഹിസ്റ്ററി ഉണ്ടായിരുന്നു അല്ലെ? ട്രാവൻകൂർ ഡൈനാസ്റ്റി എന്ന് പറയുന്ന കേരള ഹിസ്റ്ററിയിലെ ഭാഗം ഉണ്ടായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നുള്ള വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു ഭാഗം നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ ഹിസ്റ്ററിയിലാണ് എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളായിരുന്നു? ഇന്ത്യൻ റെനേസൻസ് മൂവ്മെന്റിനെ കുറിച്ചും 1857 വിപ്ലവത്തിനെ കുറിച്ചുമുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ ആഴ്ച പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ വളരെ പ്രധാനപ്പെട്ട പ്രിയാമ്പിളിന്റെ ഭാഗവും എമർജൻസി പ്രൊവിഷൻസിന്റെ ഭാഗവുമാണ് നമ്മൾ നോക്കിയിരുന്നത്. സോ ഇൻ ഷോർട്ട്, ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ അല്ലെ? കേരള ഹിസ്റ്ററിയിലെ ട്രാവൻകൂർ ഡൈനാസ്റ്റി, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾ. അത് വേൾഡ് ഹിസ്റ്ററിയിൽ ഇടയ്ക്ക് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഇടയ്ക്ക് ഡയറക്ട്ലി ചോദ്യം വരുന്ന ഒരു മാർക്ക്, ചോദ്യം വന്നാൽ ഒരു മാർക്ക് വെറുതെ അങ്ങ് സ്കോർ ചെയ്ത് പോകാൻ പറ്റുന്ന ഭാഗമാണ്. ഇന്ത്യൻ ഹിസ്റ്ററി ഇതുപോലെ തന്നെ 857 വിപ്ലവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെനേസൻസ് മൂവ്മെന്റുകൾ, ആ പ്രധാനപ്പെട്ട ആളുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡിയോളജികൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിയാമ്പിൾ സ്ഥിരം ചോദ്യം വരുന്ന ഭാഗം, എമർജൻസി പ്രൊവിഷൻസ് സ്ഥിരം ചോദ്യം വരുന്ന ഭാഗം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം എക്സ്ട്രാ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് തന്ന് മൺഡേ ദിവസം, സാധാരണ സൺഡേയിലാണ് നമ്മുടെ ഡിസ്കഷൻ വീഡിയോ നിങ്ങൾക്ക് തരുന്നത്, ഇത് മൺഡേ ആക്കുന്നതിന് കാരണം ആ എക്സാം ഒന്ന് വൃത്തിയായി എല്ലാവരും എഴുതട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടായിരുന്നു. ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. 30 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 30 ചോദ്യങ്ങൾ 24 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചെയ്ത് തീർക്കണം എന്ന രീതിയിലാണ് നമ്മൾ നിങ്ങൾക്ക് എക്സാമിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ നമ്മളുടെ സ്റ്റഡി പ്ലാൻ 3 മാസം കൊണ്ട് നമ്മൾ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തും കാണാൻ സാധിക്കും? കൃത്യമായി ഓരോ ദിവസത്തെ ക്വിസുകളും ബാക്കി കാര്യങ്ങളും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തരുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്ന് തിരിച്ചറിയുക. സോ റോങ് പെയർ ആണ്. ഫൈൻഡ് ഔട്ട് ദ റോങ് പെയർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്തുക. എന്തൊക്കെ തന്നിട്ടുള്ളത്? കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം, കൊട്ടാരക്കര ചിറവ സ്വരൂപം, തിരുവിതാംകൂർ തൃപ്പാപ്പൂർ സ്വരൂപം, കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം. സോ സ്വരൂപങ്ങളെ കുറിച്ചാണ് ചോദ്യം അല്ലെ? അപ്പോൾ ഈ സ്വരൂപം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഓരോരോ രാജവംശങ്ങളെയും നമ്മൾ ഒരു പ്രത്യേക സ്വരൂപം എന്ന പേരിൽ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ വിളിക്കുമായിരുന്നു, പേരിട്ട് നമ്മൾ അഭിസംബോധന ചെയ്യുമായിരുന്നു അല്ലെ? അപ്പൊ ഇത് ഒരിക്കലും ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഈ സ്വരൂപങ്ങളും കൃത്യമായിട്ട് അവ ഏത് നാടിൻ്റെതാണ് എന്നുമുള്ള ചോദ്യങ്ങൾ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോൾ ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? ഇത് നിങ്ങൾക്ക് അറിയുക തന്നെ വേണം. വേറെ വഴികളൊന്നുമില്ല, എലിമിനേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ്ലി അറിയണം. ഇവിടത്തെ തെറ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് വേറെ ഏതും തന്നെയല്ല. ഏതാണ് കൂട്ടുകാരെ? കൊട്ടാരക്കര ചിറവ സ്വരൂപം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. കൊട്ടാരക്കര വളരെ ഫേമസ് ആണ് അല്ലെ? കൊട്ടാരക്കര ഏത് പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഇളയിടത്ത് സ്വരൂപം. ഏത് പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഇളയിടത്ത് സ്വരൂപം. ഇളയിടത്ത് സ്വരൂപം എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ? അപ്പൊ ഇളയിടത്ത് സ്വരൂപമാണ് ഏതെന്ന് പറയുന്നത്? കൊട്ടാരക്കര എന്ന് പറയുന്നത്. ഇനി ചിറവാ സ്വരൂപമുണ്ട്. ചിറവാ സ്വരൂപം ഏതായിരുന്നു? പണ്ട് തിരുവിതാംകൂറിന് മുമ്പ് വേണാട് എന്ന തലത്തിൽ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ വേണാട് രാജവംശത്തിനെയാണ് ഏത് പേരിൽ വിളിച്ചിരുന്നത്? ചിറവാ സ്വരൂപം എന്ന പേരിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം അല്ലെ? സാമൂതിരിമാരായിരുന്നു അല്ലെ? സാമൂതിരി അല്ലെങ്കിൽ ജമോറിൻ എന്ന് നമ്മൾ പറയും അല്ലെ? ജമോറിൻ എന്ന് പറയും. അപ്പൊ ജമോറിൻ സാമൂതിരിമാരുടെ കോഴിക്കോട് സ്വരൂപം നെടിയിരുപ്പ് സ്വരൂപമായിരുന്നു. തിരുവിതാംകൂർ രാജവംശം തൃപ്പാപ്പൂർ സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടു. കൊച്ചി രാജവംശം പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൃത്യമല്ലേ? കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപമാണ്, ചിറവാ സ്വരൂപം വേണാടാണ്. മനസ്സിലായല്ലോ? സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട എത്ര നമ്മൾ കണ്ടിട്ടുണ്ട്? 5 സ്വരൂപങ്ങളുടെ പേരുകൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ
ഈ ഒരു നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ അധികവും പഠിക്കാൻ പോകുന്ന ഏതാണ്? നമ്മൾ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തിരുവിതാംകൂർ വളരെയധികം എന്താണ് ഫേമസ് ആണ്. തിരുവിതാംകൂറിന് വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ എന്താണ്, അവരറിയപ്പെട്ടിരുന്ന ഏതാണ്? ഒരിക്കൽ ചോദ്യം വന്നിട്ടുണ്ട്, വഞ്ചി എന്താണ്, വഞ്ചി ഭൂപതിമാർ, വഞ്ചി ഭൂപതിമാർ എന്ന പേരിൽ, വാഞ്ചി എന്ന പേരിലും കേട്ടിട്ടുണ്ട്. ഇതിൽ രണ്ടിൽ ഏതാണ് കറക്റ്റ്? രണ്ടും, വഞ്ചി ഭൂപതിമാർ എന്നും വാഞ്ചി ഭൂപതിമാർ എന്ന പേരിലും രണ്ടും കേട്ടിട്ടുണ്ട്. വഞ്ചി ഭൂപതിമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളാണ്. ഒരുപാട് രീതിയിൽ ഇപ്പൊ ആദ്യമായിട്ട് നമ്മളുടെ എന്താ പറയുക, സെൻസസ് പ്രോസസ് ഉണ്ടല്ലോ, ഇതിൽ സെൻസസ് ആദ്യമായി ഇന്ത്യയിൽ കൃത്യമായി നടത്തിയിട്ടുള്ള ഒരു രാജവംശം എന്ന് പറയുന്നത് ആരാണ്? തിരുവിതാംകൂർ രാജവംശമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭ, അല്ലെ, മൈസൂരിന് ശേഷം പിന്നീട് നിയമനിർമ്മാണ സഭ രണ്ടാമത് വരുന്ന നാട്ടുരാജ്യം നമ്മളുടെ ഇവിടെയാണ്, അല്ലെ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 തിരുവിതാംകൂറിലാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നത്, അല്ലെ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്യുന്നത് 888 വരുന്നുണ്ട്, അല്ലെ. അപ്പൊ ഇത്തരത്തിൽ വളരെയധികം ഒരു ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ പല സമയങ്ങളിലും പിന്നാക്കം നിന്നിരുന്നു എന്ന ആക്ഷേപം വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ മോഡേൺ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു ആളായിരുന്നു ഏത്, ഒരു നാടായിരുന്നു തിരുവിതാംകൂർ രാജവംശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ദേശീയ, നമ്മൾ വഞ്ചി ഭൂപതിമാർ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനത്തിന്റെ പേരെന്താ? വഞ്ചീശമംഗളം. വഞ്ചീശമംഗളം ആരാണിത് രചിച്ചിട്ടുണ്ടായിരുന്നത്? ഉള്ളൂരായിരുന്നു രചിച്ചിരുന്നത്. വഞ്ചീശമംഗളമായിരുന്നു തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഉള്ളൂരാണത് രചിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് വൺസ്. ശരിയായവ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഡിലനോയ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഡിലനോയാണ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, കീ വേർഡ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇനി അണ്ടർലൈൻ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഒന്ന് ചെറിയൊരു ടിക്ക് ഇട്ട് പോവുക മുകളിൽ. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ്, 3 സ്റ്റേറ്റ്മെന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും മൂന്നാമത് എന്താണ്, മൂന്നും മുഴുവനായിട്ട് വായിക്കാൻ നിങ്ങൾ സമയം കളയരുത്. സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എക്സാമിൽ, അല്ലെ. പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിലേക്ക് എക്സാമുകളിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ വരുന്ന സമയത്ത് സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് പോവുക. അണ്ടർലൈൻ ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ പ്രധാനപ്പെട്ട കീവേഡുകളുടെ മുകളിൽ ഒന്ന് ടിക്ക് ചെയ്ത് പോവുക. ഒരു തവണ മുഴുവൻ വായിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഇമ്പോർട്ടന്റ് വാക്കുകൾ മാത്രമേ സംശയം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ. മനസ്സിലാകുന്നുണ്ടോ? സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിലനോയ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടു എന്ന് പറയുന്നു. ഇനി തിരുവിതാംകൂറിന്റെ വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെട്ടത് രാമയ്യൻ ദളവയാണ് എന്ന് പറയുന്നു. തിരുവിതാംകൂറിന്റെ വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെട്ടത് രാമയ്യൻ ദളവയാണ് എന്ന് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങള് അറിയപ്പെട്ടിരുന്നത് മതിലകം രേഖകൾ എന്ന പേരിലാണ് എന്നും പറയുന്നു. എന്താണ് ഇതിൽ കൂട്ടുകാർക്ക് തോന്നുന്നത്? നോക്കൂ, വളരെ ഫേമസ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമുകളിൽ പല എക്സാമുകളിലായിട്ട് എന്താണ് പലയിടങ്ങളിലും ചോദിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ 3 എണ്ണവും. മനസ്സിലാവുന്നുണ്ടോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളവയാണ് ഈ 3 കാര്യവും. പ്രത്യേകിച്ച് ഡിലനോയും വലിയ ദിവാൻജിയും പലതവണ വന്നിട്ടുണ്ട്. മതിലകം രേഖകൾ 1 or 2 തവണയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഡിലനോയ് നമുക്കറിയാം, കുളച്ചൽ, അല്ലെ, ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധം നമുക്കറിയാം, വളരെ ഫേമസ് ആണ്, അല്ലെ. ബാറ്റിൽ ഓഫ് കുളച്ചൽ എന്ന് പറയുന്ന യുദ്ധം, അതായത് കേരളത്തിലെ ഡച്ച് പവറിന്റെ ഒരു എന്താ പറയുക അവസാനത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ ഒരു നമ്മളുടെ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. എന്നാണ്, ഏത് വർഷമാണ് ഡച്ചുകാരുമായിട്ടുള്ള ഈ കുളച്ചൽ യുദ്ധം നടക്കുന്നത്? പോർച്ചുഗീസുകാരെ പതുക്കെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് എന്താണ് ഒപ്പം കൂടിയിട്ടുള്ള ഡച്ചുകാർ പിന്നീട് എന്ത് ചെയ്യുകയാണ്, പലയിടങ്ങളിലും പ്രത്യേകിച്ച് തിരുവിതാംകൂറിന്റെ ഒരു ഇന്റേണൽ മാറ്റേഴ്സിലൊക്കെ അവർ ഇടപെടാൻ തുടങ്ങുകയാണ്. പല നാട്ടുരാജ്യങ്ങൾ, ഇപ്പൊ മാർത്താണ്ഡവർമ്മ ഓരോരോ രാജ്യങ്ങളായിട്ട് പിടിച്ചു പോകുന്ന സമയത്തും എന്ത് ചെയ്യുകയാണ്, അതായത് മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നുണ്ട് നമുക്കറിയാം, അല്ലെ. താഴെ നിന്ന് കന്യാകുമാരിയുടെ ആ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പത്മനാഭപുരത്തായിരുന്നല്ലോ പണ്ട് എന്തുണ്ടായിരുന്നത്, തലസ്ഥാനം ഉണ്ടായിരുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ. പിടിച്ച് കൊച്ചി വരെയുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളും പിടിച്ചിട്ടാണ് പോകുന്നത് അദ്ദേഹം, അല്ലെ. ആറ്റിങ്ങൽ പിടിക്കുന്നു, കൊല്ലം പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൊട്ടാരക്കര പിടിക്കുന്നുണ്ട്, കായംകുളം പിടിക്കുന്നുണ്ട്, അല്ലെ. നമ്മളുടെ അമ്പലപ്പുഴ ദേശം എന്ത് ചെയ്യുന്നുണ്ട്, പുറക്കാട് ദേശം, അല്ലെ, പുറക്കാട് അമ്പലപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രദേശം, ആ സ്ഥലങ്ങൾ പിടിക്കുന്നുണ്ട്, അല്ലെ. പിന്നെ അങ്ങനെ എന്താണ് വടക്കും കൂറ് തെക്കും കൂറൊക്കെ പിടിച്ച് അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, കൊച്ചിയുടെ അതിർത്തി വരെ എത്തുന്നുണ്ട്. അങ്ങനെയാണ് ഒരു വലിയ സാമ്രാജ്യം എന്ത് ചെയ്യുന്നത്, മാർത്താണ്ഡവർമ്മ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഈ ഒരു യുദ്ധത്തിന്റെ ഈ ഒരു യാത്രയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊട്ടാരക്കരയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൊട്ടാരക്കരയിലെ രാജാവിനെ എന്ത് ചെയ്യുകയാണ്, വീരകേരളവർമ്മ പറഞ്ഞ രാജാവിനെ തിരുവനന്തപുരത്ത് ജയിലിൽ പിടിച്ചിടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കൊട്ടാരക്കരയിലെ രാജാവിനെ. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഈ ജയിലിലുള്ള സമയത്ത് ഈ കൊട്ടാരക്കരയിലെ രാജാവ് എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം മരണപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്?
കൊട്ടാരക്കരയിലെ രാജാവ് എന്ത് ചെയ്യുകയാണ്? മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പൊസിഷനിലേക്ക് കൊട്ടാരക്കരയിൽ ഒരു റാണി എന്ത് ചെയ്യുന്നു? അധികാരം ഏറ്റെടുക്കാൻ നോക്കുകയും, പക്ഷേ അനിലം തിരുനാൾ മാർത്താണ്ഡവർമ്മ, അദ്ദേഹമാണല്ലേ നമ്മുടെ മാർത്താണ്ഡവർമ്മ, അദ്ദേഹമാണ് ഇതെല്ലാം ഒന്നിപ്പിക്കുന്നത്. അപ്പൊ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നു? ഇതൊന്നും നടക്കില്ലെന്ന് മാർത്താണ്ഡവർമ്മ അത് സമ്മതിക്കുന്നില്ല. അതോടുകൂടി റാണിയുടെ സൈഡിലേക്ക് ആര് കയറും? ഡച്ചുകാർ കയറും. ഡച്ചുകാർ റാണിക്ക് സപ്പോർട്ടായിട്ട് പോകും. ഇതിനെ തുടർന്ന് നടക്കുന്ന യുദ്ധമാണ് ഏതെന്ന് പറയുന്നത്? നമ്മളുടെ കുളച്ചൽ യുദ്ധം അഥവാ ബാറ്റിൽ ഓഫ് കുളച്ചൽ. 1741 നടന്ന ഈ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരുടെ സഹായം എന്ത് ചെയ്യുന്നുണ്ട്? മാർത്താണ്ഡവർമ്മയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ പോരാട്ടം എന്ത് ചെയ്യുകയാണ്? അതികണിശമായി നടക്കുകയും, ഇത് കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ തമിഴ്നാട്ടിലാണ് കേട്ടോ, കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ് ഉള്ളത്. അപ്പൊ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി, അങ്ങനെ വേണമെങ്കിൽ ചോദ്യം വരാം, ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തിയെ ഒരു നാട്ടുരാജാവ് എന്ത് ചെയ്യുകയാണ്? ഒരു ഇന്ത്യൻ ഭരണാധികാരി പരാജയപ്പെടുത്തുന്നത് ഈ കുളച്ചൽ യുദ്ധത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് കൃത്യമായി പിന്നീട് അവർ എഗെയിൻ അടുത്ത വാർ നടത്തി അവർക്ക് തിരിച്ചു പിടിക്കാനൊന്നും പറ്റുന്നില്ല, അവർ തോൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ തോറ്റ ഈ ഡച്ചുകാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആരായിരുന്നു? സൈന്യാധിപനായിരുന്നു, അവരുടെ സൈന്യാധിപനായിരുന്നു ഡിലനോയ്. ഡിലനോയ് എന്ത് ചെയ്യുകയാണ്? ആധുനിക രീതിയിൽ ആർമിയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ ഡിലനോയെ ഒപ്പം കൂട്ടുകയും പിന്നീട് ഇദ്ദേഹം വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് ഇങ്ങോട്ട് നടക്കുന്ന പല യുദ്ധങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിലനോയ് വളരെയധികം പ്രധാനപ്പെട്ട ഒരാളായിട്ട് മാറുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഡിലനോയുടെ എന്താ പറയുക, ഭൗതിക അവശിഷ്ടം, ആ സ്മാരകം സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് കന്യാകുമാരിയിലുള്ള ഉദയഗിരി ഫോർട്ട് ഉണ്ട്. ഇതാണ് ഉദയഗിരി കോട്ടയുണ്ട്. ഈ ഉദയഗിരി കോട്ടയിലാണ് അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഉദയഗിരി കോട്ടയെക്കുറിച്ചും ചോദ്യം PSCയിൽ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ എക്സാം ഡിസ്കഷൻ നടത്തുമ്പോൾ പ്രധാനപ്പെട്ട പണ്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ്, ഡീറ്റെയിൽഡ് ആയിട്ടാണ് നടത്താറുള്ളത്. വെറുതെ ആൻസർ പറഞ്ഞ പോലല്ല. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി നിങ്ങൾ ഇരിക്കണം. ഒറ്റത്തവണ മുഴുവനായിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കാണുക, ഒന്ന് ഗ്യാപ്പ് എടുക്കുക, എഗെയിൻ ബാക്കി എന്ത് ചെയ്യുക നോക്കുക. എത്രയാണെങ്കിൽ നിങ്ങളുടെ ഒരു അറ്റൻഷൻ സ്പാൻ അനുസരിച്ച് എന്ത് ചെയ്യുക, ഗ്യാപ്പുകൾ എടുത്ത് കാണുക. പക്ഷെ മുഴുവനായി കണ്ട് എക്സ്ട്രാ പോയിന്റുകൾ എഴുതി വെച്ച് മാത്രം അവസാനിപ്പിക്കാൻ ശ്രമിക്കുക ഡിസ്കഷൻ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഫ്രീ ആയി നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂട്യൂബ് വഴിക്ക് എക്സാം ഡിസ്കഷൻ നമ്മൾ തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇനി തിരുവിതാംകൂറിന്റെ വലിയ ദിവാഞ്ചി വളരെ ഫേമസ് ആണ്. ആരാണ് വലിയ ദിവാഞ്ചി? തിരുവിതാംകൂറിന്റെ വലിയ ദിവാഞ്ചി എന്നത് ഒരൊറ്റ പേരാണ് അല്ലെ. അദ്ദേഹം ആരാണ്? രാജാ കേശവദാസ്. ആരായിരുന്നു? രാജാ കേശവദാസ് ആണ് തിരുവിതാംകൂറിന്റെ വലിയ ദിവാഞ്ചി. രാമയ്യൻ ദളവയല്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് മനസ്സിലാവുമ്പോൾ റൈറ്റ് വൺസ് അല്ലേ ചോദിച്ചിട്ടുള്ളത് നമ്മളോട്. അപ്പൊ രണ്ടുള്ളതൊക്കെ നമുക്ക് കളയാം. ഇതും പോയി, ഓൾ ആർ ട്രൂവും പോയി അല്ലെ. അപ്പൊ രണ്ട് തെറ്റാണെന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് രണ്ടെണ്ണം ഓൾറെഡി കളയാം. പിന്നെ 1 and 3 ആർ ട്രൂ, 1 ഈസ് ട്രൂ. അപ്പൊ ഒന്ന് എന്താണ് നോക്കേണ്ട ആവശ്യമില്ല, 3 ശരിയാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. 2 ഇല്ലെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്താണ്, 1ലേക്ക് പോകേണ്ട ആവശ്യം പോലും ശരിക്കുണ്ടായിരുന്നില്ല. ശരി, ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. അപ്പോൾ രാമയ്യൻ ദളവയല്ല, രാജാ കേശവദാസ് ആണ്. രാജാ കേശവദാസ് വളരെ ഫേമസ് ആണ് അല്ലെ. രാജാ കേശവദാസ് പല തലത്തിൽ അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. രാജാ കേശവദാസ് എന്ന് പറയുന്ന ദിവാൻ. രാജാ കേശവദാസ് ആണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ദളവ എന്ന് പറഞ്ഞ രീതിയിലാണ് പണ്ട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ദിവാൻ എന്ന് പറയുന്ന പേര് ആദ്യമായിട്ട് സ്വീകരിക്കുന്നത് രാജാ കേശവദാസ് ആണ്. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ശരിക്കും കേശവപിള്ള എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേര്. ദിവാൻ എന്ന സ്ഥാനം അദ്ദേഹം എടുക്കുകയാണ്. പിന്നീട് അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുകയാണ്? വലിയ ദിവാൻ എന്ന പേരിൽ എന്താണ് അദ്ദേഹം അറിയപ്പെടുന്നത്, വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെടുകയാണ്. അപ്പൊ രാജാ കേശവദാസ് ആണ് ആദ്യമായിട്ട് ദിവാൻ എന്ന സ്ഥാനപ്പേര് എടുക്കുന്ന വ്യക്തി. ആരാണ്? രാജാ കേശവദാസ് ആണ്. മനസ്സിലായല്ലേ നിങ്ങൾക്ക്? കൃത്യമായിട്ട് അത് ആലോചിക്കാനായിട്ട് കൂട്ടുകാര് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മുടെ കേരളത്തില് ടിപ്പു സുൽത്താന്റെ ഒരു ആക്രമണം വന്ന സമയത്ത് തൃശ്ശൂർ, ചാലക്കുടി ആ ഭാഗത്ത് എന്താണ്, അവിടെ വെച്ചിട്ടാണ് തിരുവിതാംകൂർ സൈന്യം എന്ത് ചെയ്യുന്നത്, ടിപ്പുവിന്റെ സൈന്യത്തിന് നേരിടുന്നത്. പെരിയാറിന്റെ കരയുടെ അപ്പുറത്ത് വെച്ചിട്ട്. അപ്പൊ തൃശ്ശൂരിന്റെ ഈ ഭാഗത്ത് നെടുംകോട്ടയുണ്ട്. ഏതാണ് ഈ നെടുംകോട്ടയാണ്? വലിയൊരു മതിൽ പോലെയുള്ള ഒരു ഭാഗമാണ്, വലിയ നീളത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്നതാണത്. ഈ നെടുംകോട്ട നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളാരായിരുന്നു? അതും നമ്മളുടെ രാജാ കേശവദാസ് ആയിരുന്നു. രാജാ കേശവദാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവാനാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ. ഇപ്പൊ ആലപ്പുഴയിൽ എന്താണ് തടി ഡിപ്പോ സ്ഥാപിക്കുന്നത്, മാത്തൂത്തരകൻ, നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും അല്ലെ. ചാല കമ്പോളം, ആലപ്പുഴ നഗരം, അങ്ങനെ രാജാ കേശവദാസിന്റെ പേരിൽ ഇല്ലാത്ത പേരുകളില്ല എന്ന് തന്നെ പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ രാജാ കേശവദാസ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവാനാണ്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ അദ്ദേഹം ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? അദ്ദേഹം
വലിയ ദിവാൻജി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. വലിയ ദിവാൻജി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? കൃത്യമാണ് എന്ന് വിചാരിക്കുന്നു. സോ ചാലാകമ്പോളം, ആലപ്പുഴ നഗരം, ആലപ്പുഴയിൽ തടി ഡിപ്പോ, തൃശ്ശൂരിൽ നെടുങ്കോട്ട, ഈ പേരുകളെല്ലാം രാജാ കേശവദാസനോടൊപ്പം ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. എഴുതി വെച്ചിട്ടുണ്ടാവും. ഓരോ പറയുന്ന കാര്യങ്ങളും എഴുതി വെക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകൂ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത് മതിലകം രേഖകൾ എന്ന പേരിലാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അന്നത്തെ കാലഘട്ടത്തിൽ ചരിത്ര രേഖകൾ എന്ന തലത്തിൽ തന്നെ മതിലകം രേഖകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കണക്കാക്കാറുണ്ട്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്, 2 തെറ്റാണ്. 1 and 3 are true എന്ന് പറയുന്നതാണ് ഇവിടത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്ട്രാ പോയിന്റുകൾ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന പരിശോധിക്കുക, തിരിച്ചറിയുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ? തെറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുവരെ ശരി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിലൂടെയാണ് നമ്മൾ പോയിരുന്നത്. ഇപ്പോൾ നമ്മൾ തെറ്റായ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കൂ, ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ നമ്മൾ പറയാം, നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും മിക്സ്ഡ് ആയിട്ടാണ് സ്റ്റേറ്റ്മെന്റുകൾ തരുന്നത്, ചോദ്യങ്ങൾ തരുന്നത്. കാരണം ഇംഗ്ലീഷിലുള്ള ആളുകൾക്കും മലയാളത്തിലുള്ള ആളുകൾക്കും ഇതെന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ സാധിക്കണം എന്നതുകൊണ്ടാണ്. 2 ഭാഷയിൽ നമ്മൾ PSCയെ പോലെ തരാൻ പറ്റില്ല. കാരണം അത് ഒരുപാട് വലിപ്പം വല്ലാണ്ട് കൂടിപ്പോവും. അത്രയും ലെവലിലേക്ക് നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല. ലെവൽ എന്ന് വെച്ചാൽ അത്രയും കാര്യത്തിലേക്ക് പോകാൻ പറ്റില്ല. ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ നിർബന്ധമായും തരുന്നതിന് കാരണം ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റുകളാണ്. ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നോക്കുക എന്ന് PSC തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒന്ന് അപ്രോച്ച് ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ തുടർച്ചയായി നമ്മൾ തരുന്നതായിരിക്കും. ഇത് എന്തുകൊണ്ട് എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ എക്സാം മാർക്ക് പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്. ശരി. ഹിസ് അഡ്മിനിസ്ട്രേഷൻ പോളിസി ഈസ് നോൺ ആസ് ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയേൺ. ഇരുമ്പിന്റെയും നിണത്തിന്റെയും അല്ലെ, ചോരയുടെയും ഇരുമ്പിന്റെയും എന്താ പറയുക? പോളിസി അല്ലെ. അങ്ങനെ ഒരു പോളിസിയാണ് മാർത്താണ്ഡവർമ്മയുടേത് എന്ന് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ശരിയാണോ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. വളരെ ഫേമസ് ആണല്ലോ, അതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല അല്ലെ. അപ്പോ റോങ് സ്റ്റേറ്റ്മെന്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന എന്നാ ചോദിച്ചിട്ടുള്ളത്. 1 ശരിയായത് കൊണ്ട് തന്നെ 1 ആൻസറിൽ വരരുത് അല്ലെ. 2 ഓപ്ഷൻ അപ്പൊ തന്നെ പോയി കഴിഞ്ഞു അല്ലെ. ഇനി 3 ഓൺലി, 2 and 3 ഓൺലിയാ. അപ്പൊ 3 ആൻസറിൽ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ 3 എന്താണ്? തെറ്റാണ് എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ എലിമിനേഷൻ നടത്തുന്ന രീതി എങ്ങനെ എന്നത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതായത് നമുക്ക് 1 എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത് അല്ലെ. അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേഷൻ പോളിസി എന്ന് പറയുന്നത് ഏതാണ്? ആരോടും എന്താണ്? ഒരു എതിർത്ത് നിൽക്കുന്ന ആളുകളോട് ക്ഷമിക്കാത്ത കണിശമായിട്ടുള്ള ഒരു രീതി അല്ലെ. ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയേൺ അല്ലെ. നിണത്തിന്റെയും ഇരുമ്പിന്റെയും നയം എന്ന് പറയുന്ന ഒരു നയമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അപ്പോൾ 1 ശരിയാണെന്ന് അറിയുന്നതോട് കൂടിയിട്ട് എന്താണ്? തെറ്റായ പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് 1 വരില്ല. 2 ഓപ്ഷൻ അവിടെ തന്നെ പോയി. പിന്നെ എന്തായി? പിന്നത്തെ 2 ഓപ്ഷനിൽ 3 ഉണ്ട്. അപ്പൊ 3 നോക്കണ്ട, 3 ആൻസറിൽ എന്തായാലും ഉണ്ട്. അപ്പൊ 3 എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ 3 ആൻസറിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പായി. ഇനി 2 തെറ്റാണോ എന്ന് അറിയേണ്ടത്. ഹി ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഓഫ് ട്രാവൻകൂർ ടു ട്രിവാൻഡ്രം അഥവാ തിരുവനന്തപുരം. ആണോ? ഇതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഈ തൊട്ടടുത്ത രാജാവായിട്ടുള്ള ധർമ്മരാജാവാണ് എന്ത് ചെയ്യുന്നത്? ധർമ്മരാജയാണ് ക്യാപിറ്റൽ എങ്ങോട്ട് മാറ്റുന്നത്? തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് അല്ലെ. തിരുവനന്തപുരത്തേക്ക് ക്യാപിറ്റൽ മാറ്റുന്ന കാർത്തിക തിരുനാളാണ്. 1790 അദ്ദേഹം കന്യാകുമാരി, ഇപ്പോഴത്തെ കന്യാകുമാരിയിലുള്ള പത്മനാഭപുരത്തിൽ നിന്നും എന്ത് ചെയ്യുന്നത്? തിരുവിതാംകൂറിന്റെ തലസ്ഥാനം ട്രിവാൻഡ്രത്തേക്ക്, തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് പത്മനാഭപുരത്ത് നിന്നും. ആരാണ്? ധർമ്മരാജയാണ്. 1790 ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ എലിമിനേഷൻ നമ്മൾ നടത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓൾറെഡി 2 മാത്രം ഇനി നോക്കാമെന്ന തരത്തിലേക്ക് എത്തിയിരുന്നു. ഇത് തെറ്റാണെന്ന് മനസ്സിലായി. സോ 2ഉം 3ഉം എന്താണ്? തെറ്റാണ്. അപ്പൊ റോങ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? 2 and 3 ഓൺലി എന്ന് പറയുന്നതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? സോ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വളരെ പ്രധാനപ്പെട്ട എന്താണ്? ഒരു ആളാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഭരണാധികാരി. അദ്ദേഹമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, മോഡേൺ ട്രാവൻകൂറിന്റെ ആർക്കിടെക്ട് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്ന കാര്യം പ്രത്യേകം ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ?
അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റുകൾ മനസ്സിലായല്ലോ. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിച്ചു പോവാ ഒന്ന്. എന്താണ് തേർഡ് സ്റ്റേറ്റ്മെന്റ്? ദ ട്രീറ്റി ഓഫ് വേണാട് ഓഫ് 1723, 1723 ട്രീറ്റി ഓഫ് വേണാട്, വേണാട് ഉടമ്പടി ട്രീറ്റി വിത്ത് ദ ഡച്ചുകാരുമായിട്ടുള്ള ഈ ട്രീറ്റി വാസ് സൈൻഡ് ബൈ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് ഇത് സൈൻ ചെയ്തത് ആസ് ദ റൂളർ ഓഫ് ട്രാവൻകൂർ. ട്രാവൻകൂറിന്റെ റൂളറായിട്ട് മാർത്താണ്ഡവർമ്മയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, ഒപ്പുവെക്കുന്നത് എന്നതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. ശരിയാണോ? എന്താണ് തോന്നുന്നത്? ഇതില് 2 തെറ്റുകളാണുള്ളത്. ഈ ട്രീറ്റി ഓഫ് വേണാട് എന്ന് പറയുന്നത് 1723 ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അത് ഡച്ചുകാരുമായിട്ടല്ല, അത് ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ട്രീറ്റി ആയിരുന്നു. ഇനി സൈൻഡ് ബൈ മാർത്താണ്ഡവർമ്മ ശരിയാണ്, പക്ഷേ അദ്ദേഹം റൂളർ ഓഫ് ട്രാവൻകൂർ ആയിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം എന്തായിരുന്നില്ല? അദ്ദേഹം റൂളർ ഓഫ് ട്രാവൻകൂർ ആയിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് മാത്രമായിരുന്നു എന്ന് കൂട്ടുകാർക്ക് അറിയാമോ? അദ്ദേഹം നെയ്യാറ്റിൻകരയുടെ നെയ്യാറ്റിൻകര ഗോപൻ കേട്ടിട്ടില്ലേ? ആ നെയ്യാറ്റിൻകര തന്നെ. ആ നെയ്യാറ്റിൻകരയുടെ എന്തായിരുന്നു? അദ്ദേഹം അവിടുത്തെ രാജകുമാരനായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നെയ്യാറ്റിൻകരയുടെ പ്രിൻസ്. ഹി വാസ് ഓൺലി എ പ്രിൻസ് അറ്റ് ദാറ്റ് ടൈം. അദ്ദേഹത്തിന്റെ മരുമക്കത്തായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ അമ്മാവനായിരുന്നു ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല അദ്ദേഹം, അതെടുക്കുന്നില്ല. അതായത് മാർത്താണ്ഡവർമ്മയുടെ അമ്മാവൻ ഉണ്ണി കേരളവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്താണ്? ഉണ്ണി കേരളവർമ്മയല്ല. ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോഴത്തെ ഭരണാധികാരി ഉണ്ണി കേരളവർമ്മയല്ല കേട്ടോ. ഉണ്ണി കേരളവർമ്മ ആരായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, മാർത്താണ്ഡവർമ്മ കൊല്ലം ആക്രമിക്കുന്നുണ്ട്. മാർത്താണ്ഡവർമ്മ രാജാവായി ഈ ഉണ്ണി കേരളവർമ്മ അല്ല കേട്ടോ ആ സമയത്ത്. ഐ മീൻ ട്രീറ്റി ഓഫ് വേണാടിന്റെ സമയത്ത് ഉണ്ണി കേരളവർമ്മയൊന്നും അല്ല. അത് എനിക്ക് പെട്ടെന്ന് പേര് മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. കൊല്ലം മാർത്താണ്ഡവർമ്മ ആക്രമിക്കും, മാർത്താണ്ഡവർമ്മ രാജാവായതിനു ശേഷം. ആ സമയത്ത് ഉണ്ണി കേരളവർമ്മയായിരുന്നു കൊല്ലത്തിന്റെ രാജാവ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഉണ്ണി കേരളവർമ്മ കായംകുളമായിട്ടൊക്കെ എന്താണ് ഒരു കരാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇഷ്ടപ്പെടാണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൊല്ലത്തിനെ ആക്രമിക്കുന്നത്. കൊല്ലം ആ സമയത്ത് അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ്? ഓർത്തു വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. ദേശിങ്ങനാട്. എന്ത് പേരിലാണ്? ദേശിങ്ങനാട് എന്ന പേരിലാണ് കൊല്ലം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവിടുത്തെ ആളായിരുന്നു ഉണ്ണി കേരളവർമ്മ. ഈ സമയത്ത് അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ അമ്മാവന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല കൃത്യമായിട്ട്. അപ്പോൾ അമ്മാവനായിരുന്നു രാജാവ്. മാർത്താണ്ഡവർമ്മ ആ സമയത്ത് എന്താണ്, വലിയ തിരുവിതാംകൂർ ആയിട്ടില്ല. മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറി അത് പിടിക്കാൻ പോകുന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് വേണാട് എന്ന രീതിയിൽ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു രാജ്യം എന്ന തലത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ട്രീറ്റി ഓഫ് വേണാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാവും? വേണാട് രാജ്യവുമായിട്ട് എന്താണ്, അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രീറ്റി നടക്കുന്നത്. അപ്പൊ ട്രീറ്റി ഓഫ് വേണാട് 723 ഇംഗ്ലീഷുകാരുമായിട്ട് എന്താണ് ഒരു സൗഹൃദത്തിന്റെ ട്രീറ്റി ഉണ്ടാക്കുകയാണ്. ഡച്ചുകാരായിട്ടല്ല. ഒന്നാമത്തെ തെറ്റി വാചകത്തിൽ അതാണ്. മാർത്താണ്ഡവർമ്മ റൂളർ ഓഫ് ട്രാവൻകൂർ ആയിരുന്നില്ല, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ, പ്രിൻസ് മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ മരിക്കുന്ന സമയത്ത് പോലും തന്റെ പിൻഗാമികൾ കൊടുത്തുള്ള ഉപദേശമായിരുന്നു, ഒരിക്കലും ഇംഗ്ലീഷുകാർക്കെതിരെ പോരിന് പോകരുത്. ഇംഗ്ലീഷുകാർ വന്നപ്പോൾ തന്നെ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ബുദ്ധിമാനായിട്ടുള്ള ഭരണാധികാരിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷുകാരെന്താണ് വെറുതെ പോയിട്ട് എന്താണ് പിണക്കാൻ പറ്റിയ ആളുകളല്ല, അവരിവിടെ കുറച്ച് കാലം ഉണ്ടാവും എന്ന് മാർത്താണ്ഡവർമ്മയ്ക്ക് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാരുമായി ഒരിക്കലും പോരിന് പോരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കൃത്യമായി അദ്ദേഹത്തിന് പിന്നീട് ശേഷം വന്ന എല്ലാവരും അത് എന്ത് ചെയ്യുകയാണ്, കൃത്യമായി അത് അനുസരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ട് എന്താണ് അവസാന കാലഘട്ടം വരെ പോയിട്ടുണ്ടായിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു തിരുവിതാംകൂർ ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഹിസ്റ്ററിയൊക്കെ ഒന്ന് ആലോചിക്കാൻ ശ്രദ്ധിക്കുക. സോ 3ാമത്തെ ചോദ്യം കഴിഞ്ഞു. 4ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക, അവയിൽ ശരിയായവ ഏതെല്ലാം? സോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് ധർമ്മരാജാവായിരുന്നു എന്ന് 1ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യുന്നു, പറയുന്നു. 1766 2ാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവായിരുന്നു എന്ന് പറയുന്നു. വർക്കല നഗരത്തിന്റെ ശില്പി അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് എന്നും പറയുന്നു. വർക്കല നഗരത്തിന്റെ ശില്പി അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് എന്ന കാര്യം എന്ത് ചെയ്യുന്നു, പറയുന്നു. അപ്പോൾ ഈ എന്താ പറയുക സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് നോക്കേണ്ടതുണ്ട്. 1ാം സ്റ്റേറ്റ്മെന്റ്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് ധർമ്മരാജാവാണ് എന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ആണോ? ഇത് നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇത് രണ്ടും ആരംഭിക്കുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്?
മാർത്താണ്ഡവർമ്മയാണ് ആരംഭിക്കുന്നത്. അതായത് നമ്മളുടെ പത്മനാഭസ്വാമി ക്ഷേത്രം മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നത്? പുതുക്കി പണിയുകയാണ് ആദ്യം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നു? അതുവരെ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു യുദ്ധമാണ് മാർത്താണ്ഡവർമ്മ നടത്തുന്നത്. പത്മനാഭപുരത്ത് തലസ്ഥാനമാക്കി അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? നേരത്തെ പറഞ്ഞ പോലെ കൊച്ചി വരയ്ക്ക് എന്ത് ചെയ്യുകയാണ്? വളരെ കൃത്യമായി, അതായത് ആദ്യം 8 വീട്ടിൽ പിള്ളമാരുണ്ട് അല്ലെ, 8 വീട്ടിൽ പിള്ളമാരാണ് നമ്മളുടെ മൊത്തത്തിലുള്ള ഭൂമി മുഴുവൻ 8ആയി വിഭജിച്ച് അന്നത്തെ വേണാടന്റെ ഭാഗമായിട്ടുള്ള തിരുവിതാംകൂർ പിന്നീടായി മാറുകയാണ്. ആ ഭാഗങ്ങളൊക്കെ ഈ 8 നായർ പ്രമാണിമാരാണ് നോക്കി നടത്തുന്നുണ്ടായിരുന്നത്. ഇവര് രാജാവിനേക്കാളും വലിയ ആളുകളായിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? വാഴുന്നുണ്ടായിരുന്നത്. അപ്പൊ ഈ 8 വീട്ടിൽ പിള്ളമാരെ എന്ത് ചെയ്യുകയാണ്? ഇവരൊക്കെ നായർ മാടമ്പിമാരായിരുന്നു. ഇവരെന്ത് ചെയ്യുന്നു? മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുകയാണ്? ഇവരെല്ലാവരെയും ഒരു ദിവസം വിളിച്ചു വരുത്തുകയും ഇവരെല്ലാവരെയും വധശിക്ഷ നടത്തുക, അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇവരുടെ 8 തറവാടുകളും എന്ത് ചെയ്യുകയാണ്? ഇടിച്ചു നിരത്തി അവിടെ കുളങ്ങളാക്കി മാറ്റും. അതിനുശേഷം നമ്മൾ ഈ കുളം തോണ്ടുക, അവരല്ലേ, അതായത് സർവനാശം നടത്തുക എന്നതിന് നമ്മൾ കുളം തോണ്ടി എന്ന് പറയില്ലേ, ആ രീതിയൊക്കെ ഇതിന് ശേഷമാണ് വന്നതെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്ന കൂട്ടർക്ക്. അപ്പൊ 8 വീട്ടിൽ പിള്ളമാരുടെ വീടുകളും കുളം തോണ്ടി അവരുടെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അടിമക്കച്ചവടക്കാർക്ക് വിറ്റ്, അത് വളരെ നേരത്തെ പറഞ്ഞില്ലേ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് പറഞ്ഞില്ലേ, ആ രീതിയിലാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നീട് നടത്തിയ യുദ്ധം എന്ന് പറയുന്നത് ആളുകളുടെ ഉള്ളിൽ ബഹുമാനമല്ല, ഭയമാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഭയം മാത്രം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഭരണാധികാരിക്ക് ഭരിച്ചു പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇങ്ങനെ ചോരയൊഴുക്കി നേടിയ നാട് കാരണം മാർത്താണ്ഡവർമ്മയുടെ ആളുകൾക്ക് ഭയമുണ്ടായിരുന്നു, പക്ഷെ എന്തുണ്ടായിരുന്നില്ല? ബഹുമാനം ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. മാർത്താണ്ഡവർമ്മ അതിന് കണ്ടെത്തിയ വലിയൊരു പൊളിറ്റിക്കൽ മാസ്റ്റർ സ്ട്രോക്ക് എന്ന രീതിയിലാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. ചില ആളുകൾ അതെന്താണ്, റിലീജിയസ് അല്ലെങ്കിൽ ഭക്തിപരമായിട്ടുള്ള രാജവംശത്തിന് ആ മൂർത്തിയോടുള്ള ഭക്തി എന്ന തലത്തിൽ മാത്രമാണ് കാണുന്നത്. പല വേർഷനുകളുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയും തൻ്റെ ഉടവാൾ എന്ത് ചെയ്യുകയാണ്? പത്മനാഭസ്വാമിയുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയും ഇത് മുഴുവൻ എന്താണ്? ഇത് മുഴുവൻ ഇനി പത്മനാഭസ്വാമിയുടേതാണ്. പത്മനാഭസ്വാമിയുടെ ദാസന്മാരായിട്ട് പത്മനാഭദാസന്മാരായിട്ട് ആയിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇനി ഇവിടെ കഴിയാൻ പോകുന്നത്. അതായത് ഈ രാജ്യം ഇനി ആരുടെ പേരിലാണ്? പത്മനാഭസ്വാമിയുടെ പേരിലാണ്. അപ്പോൾ നമ്മൾ ഇനി എന്താണ്? പത്മനാഭദാസന്മാരായി ഈ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളുകൾ മാത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ട്രാവൻകൂർ എന്ത് ചെയ്യുന്നത്? ലെഗസി കണ്ടിന്യൂ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ പത്മനാഭദാസന്മാർ എന്ന പേരെടുത്തിരിക്കുന്ന ആരാണ്? തിരുവിതാംകൂർ രാജാക്കന്മാരാണ്. ചോദ്യം വന്നിട്ടുണ്ട്. 1750 നടന്ന ഈ ഒരു രീതി, ഈ ഒരു സർവം പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ഈ ഒരു രീതിയെയാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. തൃപ്പടിദാനം. എല്ലാം കൊണ്ടുപോയിട്ട് ഉടവാളും എല്ലാം എന്ത് ചെയ്യുകയാണ്? തനിക്കുള്ളതെല്ലാം പത്മനാഭനെ എന്ന രീതിയിൽ എന്താണ്? അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. ഇതാണ് ഒന്നാം തൃപ്പടിദാനം. ഫസ്റ്റ് തൃപ്പടിദാനം. ഇത് 1750 മാർത്താണ്ഡവർമ്മയാണ് ചെയ്യുന്നത്. പിന്നെയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നത്. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. ആണോ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ? ധർമ്മരാജാവ് എന്ന പേരിൽ കൂടി അറിയപ്പെട്ടിരുന്ന അതേ ആളാണ് ഈ കാർത്തിക തിരുനാൾ രാമവർമ്മയും. എന്തുകൊണ്ടാണ് ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെട്ടത്? കാരണം കേരളത്തിന്റെ വടക്കോട്ട് ടിപ്പുവിന്റെ ആക്രമണം വന്ന സമയത്ത്, ടിപ്പു സുൽത്താന്റെ ആക്രമണം വന്ന സമയത്ത് ഇവിടെ നിന്ന് ഓടി വന്ന രാജാക്കന്മാരെ എല്ലാവർക്കും അഭയം കൊടുത്തു. തിരിച്ചു തരാൻ ടിപ്പു പറഞ്ഞു. ടിപ്പു ഇവരെയൊക്കെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോഴും പറ്റില്ല, അഭയം തേടി വന്ന ആളുകൾ ഇവിടുന്ന് ആരെയും തിരിച്ചു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടിപ്പുവിനോട് എന്ത് ചെയ്യുകയാണ്? പോയി പണം നോക്കാൻ പറയുകയാണ്. അപ്പോൾ ഇത് എന്തിലേക്ക് നയിക്കുകയാണ്? ഒരു യുദ്ധം തുടങ്ങുകയും ഇവിടെയാണ് ഈ നെടുങ്കോട്ടയുടെ അവിടെ വെച്ച് വലിയ യുദ്ധം നടക്കുകയും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രാജാ കേശവദാസന്റെ ഒക്കെ നേതൃത്വത്തിൽ ഡിലനോയ്, നമ്മൾ നേരത്തെ പഠിച്ച ഡിലനോയ്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ ശക്തമായിട്ട് ടിപ്പുവിനെ നേരിടുകയും ടിപ്പു അതിനിടയിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർ നമ്മളുടെ ഫ്രണ്ട്സ് ആണല്ലോ ആ സമയത്ത്. എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷുകാർ ഇവിടെ എന്ത് ചെയ്യും? ശ്രീരംഗം മറ്റും ആക്രമിക്കും. തുടർന്ന് ടിപ്പു എന്ത് ചെയ്യും? ഇവിടത്തെ പോരാട്ടത്തിൽ നല്ല നാശനഷ്ടമൊക്കെ വരുന്നുണ്ട്, രണ്ടു കൂട്ടർക്ക് നാശനഷ്ടം വരുന്നുണ്ട്. ടിപ്പു തിരിച്ചെന്ത് ചെയ്യുകയാണ്? പോവുകയാണ്. പോയതോടുകൂടി ഇവിടെ എന്ത് ചെയ്യും? ഒന്നുകൂടി അറക്കെട്ട് ഇവിടെ ഈ ഭാഗങ്ങൾ ഉറപ്പിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ചരിത്രം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ 750 എന്ത് ചെയ്യുന്നു? മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തുന്നു. 766 രണ്ടാം തൃപ്പടിദാനം കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജാവ് നടത്തുന്നു. ധർമ്മരാജ എന്നുള്ള പേര് കിട്ടാൻ കാരണവും ഞാൻ പറഞ്ഞില്ലേ. ഇനി ധർമ്മരാജാവ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്
കിഴവൻ രാജ എന്ന പേര്. എന്താണ് കിഴവൻ രാജ? നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ അയ്യോ കിഴവൻ എന്ന് വിളിക്കുക രാജാവിന് തോന്നും. അങ്ങനല്ല, കിഴവൻ എന്ന പേര് വളരെ ബഹുമാനത്തോടുകൂടി അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പേരായിരുന്നു. മനസ്സിലാവുന്നു? കിഴവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അയ്യോ വയസ്സായ വലിയ ബഹുമാനിക്കപ്പെടുന്ന ആൾ എന്നാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇന്നാണ് നമ്മൾ കിഴവനായി എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഒരു അപമാനം പോലെ തോന്നുന്നത്. അന്ന് കിഴവൻ രാജ എന്ന അദ്ദേഹത്തെ ബഹുമാനപൂർവ്വമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ കിഴവൻ രാജ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരേ ഒരാളാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 1758 ഭരണത്തിലേറിയ ഇദ്ദേഹം 98 വരെയുള്ള ദീർഘമായ 40 കൊല്ലക്കാലം അദ്ദേഹം ഭരിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ശ്രീമൂലം തിരുനാളാണ് ഏതാണ്ട് 38 39 കൊല്ലത്തോളം ഭരിച്ച് ശ്രീമൂലം തിരുനാളാണ് സെക്കൻഡ് സ്ഥാനത്തേക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഇദ്ദേഹം കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജാവ് 40 കൊല്ലം 758 മുതൽ 98 വരെ ഭരണാധികാരി ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ കാർത്തിക തിരുനാൾ രാമവർമ്മയുമായി ധർമ്മരാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ട് വരുന്ന എന്താ പറയുക ഒരു ചോദ്യമാണ് ബാലരാമഭരതം. ബാലരാമഭരതം എന്ന് പറയുന്ന കൃതി എഴുതിയത് ആര് എന്നത് പലതവണ ചോദിച്ചിട്ടുണ്ട്. അത് ധർമ്മരാജാവ് ആണ് എന്ന കാര്യം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ധർമ്മരാജാവ് കാർത്തിക തിരുനാൾ ആട്ടക്കഥകൾ ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പൊ ആട്ടക്കഥകൾ ധാരാളം എഴുതിയ രാജാവ് ആര് ചോദിച്ചാൽ ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? കൃത്യമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് അപ്പോൾ പോയാലും നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയില്ലല്ലോ നമ്മൾ, ക്ഷമിക്കണം. വർക്കല നഗരത്തിന്റെ ശില്പി അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള തന്നെയാണ്. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള രാജ കേശവദാസക്ക് ധർമ്മരാജയുടെ കാലഘട്ടത്തിലുള്ള ആരായിരുന്നു? ദിവാൻമാരായിരുന്നു. അപ്പോൾ വർക്കല നഗരത്തിന്റെ ശില്പിയാണ് ആരെന്ന് പറയുന്നത്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള എന്ന് പറയുന്നത്. അതായത് അന്ന് കാട് മൂടി കിടക്കുകയായിരുന്നു വർക്കല. അവിടെ മുഴുവൻ എന്താണ് നന്നാക്കി എടുത്തിട്ട് ഒരു നല്ല നഗരമാക്കി മാറ്റുന്നത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ആയിരുന്നു. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? സോ 3 ശരിയായ സ്റ്റേറ്റ്മെന്റ്, 2 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞ ഏതായിരിക്കും? 2 and 3 only. 2 and 3 only എന്ന് പറയുന്നതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. നോക്കൂ, ഈ ചോദ്യത്തില് പത്മനാഭസ്വാമി ക്ഷേത്രത്തില് മുറജപം ഭദ്രദീപം ഇത് രണ്ടും ആരംഭിച്ചത് വളരെ ഫേമസ് ആയിട്ട് ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ് എന്ന് അറിയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. ഇത് മാർത്താണ്ഡവർമ്മയാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ ഇനി നോക്കൂ, ഇതിൽ ശരിയായവ ഏതെല്ലാം എന്നല്ല ചോദിച്ചാൽ അപ്പോൾ 1 തെറ്റല്ലേ? 1 ഉള്ളതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യ സ്റ്റേറ്റ്മെന്റ് വായിച്ച ഉടനെ 1 ഉള്ള എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്താൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. സോ ഇവിടെ വളരെ കൃത്യമായിട്ട് എന്ത് മെത്തേഡ് വർക്ക് ചെയ്യും? എലിമിനേഷൻ മെത്തേഡ് വർക്ക് ചെയ്യും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സോ 2 and 3 ഓൺലി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. 2 and 3 ആണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അത് തെറ്റാണെന്ന് അറിയുന്നതോടുകൂടി നമുക്ക് ശരിക്കും ആൻസർ കിട്ടും. 2ഉം 3ഉം വായിക്കേണ്ട ആവശ്യമേ ശരിക്കും ഈ ക്വസ്റ്റനിൽ ഇല്ല. നമ്മൾ 5, 6, 7 മിനിറ്റോളം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് എത്ര സമയം വേണം? ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കാനുള്ള സമയം മാത്രം. എത്രയാ? ഒരു 10 സെക്കൻഡിൽ വായിക്കുന്നു. അയ്യോ ഇത് മാർത്താണ്ഡവർമ്മയാണല്ലോ, 1 തെറ്റാണ്. അപ്പൊ നോക്കുമ്പോൾ എന്താണ്? 1 ഉള്ളത് 3 ഓപ്ഷൻ നമുക്ക് അപ്പൊ കളയാം. 2 and 3 ഓൺലി എഴുതാൻ പോവാം. സോ 15 സെക്കൻഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചോദ്യം വായിച്ച ആൻസറും എടുത്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അത് ശീലിക്കുക. 5ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ റോങ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോയിങ്. ആലപ്പുഴ ടൗൺ രാജ കേശവദാസ്, പാതിരാമണൽ ഐലൻഡ് വേലുത്തമ്പി ദളവ, MC റോഡ് രാമയ്യൻ ദളവ, ലാൻഡ് ഡിവിഷൻസ് മല്ലൻ ശങ്കരൻ. ഇത്രയുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ തന്നിട്ടുള്ളത്. നോക്കൂ, ഇത് വളരെ എന്താ പറയുക സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വല്ലാണ്ട് പോകാനേ പോലും. ഇപ്പൊ മല്ലൻ ശങ്കരൻ മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ആരായിരുന്നു? ദിവാനായിരുന്നു മല്ലൻ ശങ്കരൻ മല്ലൻ ശങ്കരൻ അദ്ദേഹത്തിന്റെ മന്ത്രി പോലെയാണ്, ദിവാനായിരുന്നില്ല അദ്ദേഹം. അതായത് ലാൻഡുകൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് ടാക്സേഷനും മറ്റും നടത്തുന്നതിന്റെ ഇമ്പോർട്ടൻസ് മാർത്താണ്ഡവർമ്മയ്ക്ക് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാമായിരുന്നു? അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്? ഒരു പ്രത്യേകമായിട്ട് മല്ലൻ ശങ്കരനെ എന്ത് ചെയ്യുകയാണ്? ഈ പുരയിടങ്ങളൊക്കെ നോക്കി നടത്തിയിട്ട് ഈ ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, അതുപോലെ തന്നെ എന്താ പറയുക പണ്ടാരം വക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്? പല പാർട്ടുകളായിട്ട് എന്ത് ചെയ്യുകയാണ്? തിരിക്കാൻ വേണ്ടിയിട്ട് മല്ലൻ ശങ്കരനാണ് ഏർപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതുപോലെ പല എന്താ പറയുക ഭാഗങ്ങളായിട്ട് ഇവയെ വിഭജിക്കുന്നുണ്ട്. പിന്നെ വില്ലേജ്, നിങ്ങൾ പർവ്വതുംകാർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചോദ്യം വന്നിട്ടുണ്ട്. പർവ്വതുംകാർ, അതുപോലെ തന്നെ മുളകുമടി ശീലക്കാർ,
മുളകമടി ശീലക്കാർ എന്നെല്ലാം പറഞ്ഞിട്ട് വിവിധങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ എന്തായിരുന്നു? ഇവരൊക്കെ വില്ലേജ് ഓഫീസർ, നമ്മുടെ പർവ്വതത്തുംകാർ എന്ന് പറയുന്നത് വില്ലേജുകളായിട്ട് തിരിച്ചിട്ട് എന്താ പറയുക, അവരായിരുന്നു ഈ ഒരു പർവ്വത്തുംകാർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വില്ലേജ് എന്താ പറയുക ഓഫീസുകൾ പകുതികൾ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ മുളകമടി ശീലക്കാർ എന്ന് പറയുന്നത് ധനമന്ത്രിമാരെ പോലുള്ള ആളുകളാണ് മുളകമടി ശീലക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ലാൻഡ് ഡിവിഷനുകളൊക്കെ മല്ലൻ ശങ്കരനാണ് നേതൃത്വം കൊടുക്കുന്നത്. ആലപ്പുഴ ടൗണ് രാജാ കേശവദാസ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ മാത്തൂ തരകനെയും മറ്റും കൊണ്ടുവരുന്നതും അവരെ കൊണ്ടുവന്ന് തടി ഫാക്ടറി സ്ഥാപിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നില്ലേ, രാജാ കേശവദാസ് ആണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. പാതിരാമണൽ ഐലൻഡ് ആരാണ്? വേലുത്തമ്പി ദളവയാണ് പാതിരാമണൽ ദ്വീപ് എന്ത് ചെയ്യുന്നത്? ശരിയാക്കി എടുക്കുന്നത്. ശരിയായിട്ട് അല്ലാത്ത ആൻസർ MC റോഡാണ്. MC റോഡും രാജാ കേശവദാസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ അങ്കമാലി മുതൽ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ കേരളത്തിലേക്ക് വരും, തിരുവനന്തപുരത്തേക്ക്, ഇതാണ് ട്രാവൻകൂർ എന്ന് വിചാരിക്കൂ. ഇങ്ങനെ ഡയറക്റ്റ്ലി ആലപ്പുഴ വഴിക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചാലക്കുടി കഴിഞ്ഞിട്ട് അങ്കമാലിയിൽ എന്ത് ചെയ്യും? വേറൊരു റോഡുണ്ട്, MC റോഡ്. അത് തിരുവിതാംകൂറിന് തൊട്ടിപ്പുറത്ത് ഒരു പൊസിഷനിൽ വന്നിട്ട് ഈ രണ്ട് റോഡുകളും എന്ത് ചെയ്യും? ഒന്നിച്ച് വരും, എന്നിട്ട് തിരുവനന്തപുരത്തേക്ക് വരും. ഈ ഒന്നിച്ച് വരുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താ അറിയോ? കേശവദാസപുരം. എന്തുകൊണ്ടാണ് അത് കേശവദാസപുരം ആവുന്നത്? രാജാ കേശവദാസ് ആണ് അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ റോഡ് തിരുവനന്തപുരത്തിന് ഇവിടുന്ന് തുടങ്ങിയിട്ടാണ് ഈ റോഡ് അങ്കമാലിയിലോട്ട് അങ്ങ് പോകുന്നത്. ഈ തുടങ്ങുന്ന ഭാഗം അതുകൊണ്ട് തന്നെ കേശവദാസപുരം എന്നറിയപ്പെടുന്നു, ബിക്കോസ് ഓഫ് രാജാ കേശവദാസ്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. സോ MC റോഡ് രാജാ കേശവദാസ് ആണ് എന്ത് ചെയ്യുന്നത്? തുടങ്ങി വെക്കുന്നത് എന്ന കാര്യം ആലോചിക്കാൻ ശ്രദ്ധിക്കുക. സോ ഇതാണ് തെറ്റായിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം. ദ ഇയർ ഇൻ വിച്ച് സ്ലേവറി വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ. ആരുടെ കാലഘട്ടത്തിലാണെന്നറിയാമോ? അത് പലപ്പോഴും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ഇവിടെ അടിമക്കച്ചവടം നിരോധിക്കപ്പെട്ടത് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ആരായിരുന്നു? റാണി ഗൗരി ലക്ഷ്മിഭായ്. അതായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിലായിരുന്നു ഇത് നിരോധിക്കുന്നത്. ഏതായിരുന്നു വർഷം? 1812 ഡിസംബർ. 1812 ഡിസംബറിൽ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിക്കുകയാണ്. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിത, ഫസ്റ്റ് വുമൺ റൂളർ ആയിരുന്നു ആര് എന്ന് പറയുന്നത്? ഫസ്റ്റ് വുമൺ റൂളർ ആയിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായ്. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് വുമൺ റൂളർ ആയിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായ്. വളരെ കുറച്ച് കാലം, 1910 മുതൽ 15 വരെയുള്ള സമയത്തിൽ വളരെ കുറച്ച് കാലം ഇവർ എന്ത് ചെയ്യുന്നുള്ളൂ? ഭരണാധികാരിയായിട്ടുണ്ടാവുന്നുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? പിന്നീട് അദ്ദേഹം പിന്നീട് ഏത് പേരിലാണ് അവർ കണ്ടിന്യൂ ചെയ്യുന്നത്? ഒരു റീജന്റ് തലത്തിലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം അവരെ കണ്ടിന്യൂ ചെയ്യുന്നത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? അപ്പൊ ഈ രീതിയിൽ എന്താണ്? കുറച്ചു കാലം അവർ റാണിയായിട്ട് പിന്നെ ഒരു റീജന്റ് തലത്തിലുമാണ് അവർ എന്ത് ചെയ്യുന്നത്? അവർ വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് എന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കുകയാണ്? റാണി ഗൗരി ലക്ഷ്മിഭായ് എന്ത് ചെയ്യുന്നു? ഈ സമയത്ത് അവര് അടിമക്കച്ചവടം നിരോധിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ വേലുത്തമ്പി ദളവയുടെ വിപ്ലവത്തിന് ശേഷം ഉമ്മിണിത്തമ്പിയാണ് എന്ത് ചെയ്യുന്നത്? ദിവാനായിട്ട് വരുന്നത്. ഉമ്മിണിത്തമ്പി കുറെ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ബാലരാമപുരം പട്ടണം, ഇപ്പൊ നെയ്ത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ബാലരാമപുരം പട്ടണം നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ബാലരാമപുരം പട്ടണം പണി കഴിപ്പിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഉമ്മിണിത്തമ്പിയുടെ നേതൃത്വത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഉമ്മിണിത്തമ്പി പിന്നീട് എന്ത് ചെയ്യുകയാണ്? ഉമ്മിണിത്തമ്പിയെ പക്ഷേ റാണി ഗൗരി ലക്ഷ്മിഭായിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഗൗരി ലക്ഷ്മിഭായ് എന്ത് ചെയ്യുകയാണ്? ഉമ്മിണിത്തമ്പിയെ അവിടുന്ന് മാറ്റുകയും പകരം ആരെ കൊണ്ടുവരികയാണ്? വളരെ ഫേമസ് ആയിട്ടുള്ള കേണൽ മൺട്രോയെ കൊണ്ടുവരികയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കേണൽ മൺട്രോ തുരുത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കൊല്ലത്തെ. അതൊക്കെ ഇദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ കേണൽ മൺട്രോ വരികയും കേണൽ മൺട്രോ എന്ത് ചെയ്യുകയാണ്? ദിവാനായിട്ട് ഉണ്ടാവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദിവാനായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? വരുന്നു. കേണൽ മൺട്രോയുടെ മറ്റൊരു പ്രത്യേകത എന്താ? ചോദ്യം വന്നിട്ടുണ്ട്. ട്രാവൻകൂറിന്റെയും കൊച്ചിയുടെയും രണ്ടിന്റെയും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് കേണൽ മൺട്രോ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ നോൺ ഹിന്ദു ആയിട്ടുള്ള ആദ്യത്തെ ട്രാവൻകൂർ ദിവാനാണ് കേണൽ മൺട്രോ. ഇങ്ങനെ കുറേ അധികം എന്താ പറയുന്നത് പ്രത്യേകതകളുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത് ഇദ്ദേഹം ഉള്ളത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? സോ ദിവാൻ പദവിയിൽ നിന്ന് ചെയ്യുകയാണ് അദ്ദേഹം. എന്ത് ചെയ്യുകയാണ്? പിന്നീട് അദ്ദേഹം 1814 മാറുന്നുണ്ടെങ്കിലും 818 വരേക്കും അദ്ദേഹം റെസിഡന്റ് ആയിട്ട്, നമുക്കറിയാലോ എന്ത് ചെയ്യുന്നുണ്ട്? റെസിഡന്റ് ആയിട്ട് തുടരാൻ പറ്റും അല്ലെ? അപ്പൊ റെസിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന് തന്നെയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. റെസിഡന്റ് 1818 വരെ ഉണ്ടായിരുന്നു. 814 വരേക്കും അദ്ദേഹം എന്തായിരുന്നു? ദിവാനായിട്ടുമാണ് അദ്ദേഹം തുടരുന്നുണ്ടായിരുന്നത് എന്ന കാര്യം കൂട്ടുകാര് ആലോചിക്കുക. കൊച്ചിയിലെ ആദ്യത്തെ ദിവാനും കേണൽ മൺട്രോ ആയിരുന്നു. ഓരോ ലൈനിലും ഓരോരോ പോയിന്റുകൾ പറയുന്നുണ്ട്. എല്ലാം എഴുതി വെക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്.
ശരി. അപ്പോൾ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം 812 എന്ന കാര്യം മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. റാണി ഗൗരി ലക്ഷ്മിബായി ആണ് നിരോധിക്കുന്നത്. റാണി ലക്ഷ്മിബായിയുടെ ദിവാൻ ആരായിരുന്നു? കേണൽ മൺറോ ആയിരുന്നു എന്ന കാര്യം കൂടി പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ചട്ടവരിയോലകൾ തയ്യാറാക്കിയ ദിവാൻ ഉമ്മിണിത്തമ്പി ആയിരുന്നു. ചട്ടവരിയോലകൾ ഉമ്മിണിത്തമ്പി തയ്യാറാക്കിയെന്ന് പറയുന്നു. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലായിരുന്നു എന്ന് പറയുന്നു. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമായിരുന്നു എന്നും പറയുന്നു. എന്താണ് തോന്നുന്നത്? ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ആൻസർ എന്താ അറിയോ? എല്ലാം തെറ്റ് എന്നതാണ് ഇതിന്റെ ആൻസർ. എല്ലാം തെറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ തോന്നും, കാരണം 3 മാത്രം ശരി കൊടുത്തിട്ടുണ്ട്. കഥകളിയുടെ സുവർണ കാലഘട്ടം സ്വാതി തിരുനാളായിരിക്കില്ലേ? അല്ല, കഥകളിയുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് സ്വാതി തിരുനാളല്ല, സ്വാതി തിരുനാൾ കഴിഞ്ഞു വരുന്ന ഉത്രം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുണ്ട്. അനുജം തിരുനാൾ മാർത്താണ്ഡവർമ്മ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആളാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡ. അതിനുശേഷം വരുന്ന മാർത്താണ്ഡവർമ്മ എന്നുള്ള പേര് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്കാണ്. അപ്പോൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടമായിരുന്നു സ്വാതി തിരുനാളിന്റെ കാലം. മനസ്സിലാവുന്നുണ്ടോ? തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടമായിരുന്നു സ്വാതി തിരുനാളിന്റെ കാലഘട്ടം. അപ്പൊ ഉത്രം തിരുനാളിന്റെ കാലഘട്ടമാണത്. അപ്പൊ 3 തെറ്റാണ്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് എന്ന് പറയുന്നു. സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണോ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുക്കുന്നത്? അല്ല. ആരുടെ കാലഘട്ടത്തിലാണ് അറിയോ കൂട്ടുകാർക്ക്? അത് നേരത്തെ നമ്മൾ റാണി ഗൗരി ലക്ഷ്മിബായി പറഞ്ഞില്ലേ, അടിമക്കച്ചവടം നിരോധിച്ചത്. ആ കാലഘട്ടത്തിലാണ് ദേവസ്വം, അതായത് ദേവസ്വങ്ങളിലെ ആളുകൾ ഒട്ടും ശരിയായ രീതിയിലല്ല എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ നോക്കി നടപ്പിലാക്കുന്നത് എന്ന് കണ്ടിട്ട് ദേവസ്വം സർക്കാരിലേക്ക് ഏറ്റെടുത്തതാണ്. അത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. അതുകൊണ്ട് ഇതും തെറ്റാണ്. ചട്ടവരിയോലകൾ തയ്യാറാക്കിയ ദിവാൻ ഉമ്മിണിത്തമ്പി തെറ്റാണ്. ആരാണ്? നേരത്തെ നമ്മൾ മൺറോനെ പറഞ്ഞില്ലേ, കേണൽ മൺറോ ആണ് ചട്ടവരിയോലകൾ എന്ന രീതിയിൽ ഒരു നിയമസംഹിത എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റുകളും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ഔട്ട് ദ റോങ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ള നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാൾ, ശ്രീമൂലം പ്രജാസഭ 1888, ടി മാധവറാവു സെക്രട്ടേറിയറ്റ് കൺസ്ട്രക്ഷൻ, അബോളിഷ്മെന്റ് ഓഫ് ദേവദാസി സിസ്റ്റം, റാണി സേതു ലക്ഷ്മി ഭായ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. പണ്ടാരപ്പാട്ട വിളംബരം എപ്പോഴായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം ഉണ്ടായിരുന്നത്? പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്ന വർഷം ഏതാണ്? 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്, അല്ലെ? പണ്ടാരവക ഭൂമികളെല്ലാം എന്ത് ചെയ്യുകയാണ്? ഈ പണ്ടാരപ്പാട്ട വിളംബരം അറിയപ്പെടുന്നത് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണത്. 1865 ഈ വിളംബരം വരുന്നത്. അതായത് പണ്ടാരം വക വിളംബരം കുടിയാൻ എന്ത് ചെയ്യുകയാണ്? സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം എന്ത് ചെയ്യുകയാണ്? പെർമനന്റ് ആക്കിയിട്ട് സ്ഥിരപ്പെടുത്തി കൊടുക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പത്രികയായിരുന്നു ഇത്. അപ്പൊ ഈ പണ്ടാരപ്പാട്ട വിളംബരം എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. 865 അല്ലെ, ആയില്യം തിരുനാളിന്റെ കാലഘട്ടം 20 വർഷമായിരുന്നു. 1860 തുടങ്ങി 80 വരെയുള്ള കാലഘട്ടമായിരുന്നു ആയില്യം തിരുനാൾ. 865 വന്ന ഈ ഒരു പണ്ടാരപ്പാട്ട വിളംബരം അഥവാ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വിളംബരം ആയില്യം തിരുനാൾ തന്നെയാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അബോളിഷ്മെന്റ് ഓഫ് ദേവദാസി സിസ്റ്റം, അത് റാണി സേതു ലക്ഷ്മി ഭായ് തമ്പുരാട്ടി തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതായത് അവസാന ഭരണാധികാരിയായിട്ടുള്ള ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ മുമ്പ് ഉണ്ടായിരുന്ന ആളായിരുന്നു. റീജന്റ് ഭരണം കുറെ കാലം നടത്തി, അല്ലെ, റാണി സേതു ലക്ഷ്മി ഭായ് തമ്പുരാട്ടി. അപ്പോൾ അബോളിഷ്മെന്റ് ഓഫ് ദേവദാസി സിസ്റ്റം ഇവരുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ടി മാധവറാവു സെക്രട്ടേറിയറ്റ് കൺസ്ട്രക്ഷൻ ശരിയല്ലേ? 1869 അല്ലെ, 1869 സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുന്നത്, അല്ലെ? സെക്രട്ടറിന്റെ മുന്നിലുള്ള പ്രതിമ നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്, അല്ലെ? ഒരു എന്ത് കിടക്കുന്നുണ്ട്, ഒരു പ്രതിമ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ആരുടെയാണ്? മാധവറാവു, ടി മാധവറാവുവിൻ്റെതാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ സെക്രട്ടേറിയറ്റ് മന്ദിര പണി കഴിപ്പിക്കുന്ന ആരായിരുന്നു? ടി മാധവറാവു ആയിരുന്നു. 1869 എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം നടക്കുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, പ്രത്യേകം നിങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സോ ടി മാധവറാവു അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള എന്തായിരുന്നു, ഒരു നമ്മുടെ ഒരു ദളവ തന്നെയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക, പ്രത്യേകം കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാരൻ ശ്രദ്ധിക്കുക. സോ ടി മാധവറാവു സെക്രട്ടേറിയറ്റ് കൺസ്ട്രക്ഷൻ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അബോളിഷ്മെന്റ് ഓഫ് ദേവദാസി സിസ്റ്റം റാണി സേതുലക്ഷ്മി ബായി തമ്പുരാട്ടി ശരിയാണ്.
പണ്ടാരപ്പാട്ട വിളംബരം 1000 തിരുനാൾ ശരിയാണ്. ഇനി ബാക്കിയുള്ളത് ഏതാണ്? ബാക്കിയുള്ളത് ശ്രീമൂലം പ്രജാസഭ 1888 എന്ന് പറയുന്നതാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം എന്താ, പലപ്പോഴും അത് കണ്ടപ്പോൾ പെട്ടെന്ന് ആൾക്കാർ അത് ശരിയാണല്ലോ എന്നും പറഞ്ഞ് ചിലപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ള പല ആളുകളുണ്ടാകും. കാരണം എന്താ അറിയോ? കാരണം ശ്രീമൂലം പ്രജാസഭ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, രണ്ട് കാര്യങ്ങൾ ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. 1888 വരുന്നത് എന്താണ്? അത് എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ് വരുന്നത്. എന്താണ് വരുന്നത്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ശ്രീമൂലം പ്രജാസഭ, ജനങ്ങളായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ശ്രീമൂലം പ്രജാസഭ ആരംഭിക്കുന്നത് പോപ്പുലർ അസംബ്ലി അല്ലെ? പോപ്പുലർ അസംബ്ലി തിരുവിതാംകൂറിന്റെ എന്താണ്? പോപ്പുലർ അസംബ്ലി എന്ന തരത്തിലേക്ക് ശ്രീമൂലം പ്രജാസഭയായിട്ട് അത് ആരംഭിക്കുന്നത് 1904 1904. അപ്പം ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന രീതിയിലാണ് 1888 ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിലെ പോപ്പുലർ എന്താ പറയുക സഭ, പോപ്പുലർ അസംബ്ലി എന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്? അത് ഒരു പ്രജാസഭ എന്ന തലത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്? ശ്രീമൂലം പ്രജാസഭ എന്ത് ചെയ്യുകയാണ്? തിരുവിതാംകൂറിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയത് 1904 ശ്രീമൂലം പ്രജാസഭ എന്തായിരുന്നു? 1904 തുടങ്ങിയിട്ടുള്ള, അതായത് നമ്മളുടെ ഒരു എന്താ പറയുക ജനങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്ന തലത്തിലേക്ക് വരുന്ന ഒരു രീതി വരില്ലേ? 1904 എന്തായിരുന്നു? അപ്പോഴാണ് ഇത് ശ്രീമൂലം പ്രജാസഭ ആരംഭിക്കുന്നത്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുക? രണ്ടും രണ്ടായിട്ട് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. കാരണം ചില വർഷങ്ങളൊക്കെ എന്താണ് ഓവർലാപ്പിംഗ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ശ്രീമൂലം പ്രജാസഭ 888 904 വർഷമെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ റോങ്ലി പെയർഡ് പെയേഴ്സ് ഫ്രം ദ ഫോളോയിങ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാം നായർ ആക്ട് തിരുവിതാംകൂർ സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടി, പൗരസമത്വവാദ പ്രക്ഷോഭം ശ്രീമൂലം തിരുനാൾ, ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ, മുല്ലപ്പെരിയാർ ഉദ്ഘാടനം വിശാഖം തിരുനാൾ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്? ഒന്നാം സ്റ്റേറ്റ്മെന്റ് നോക്കൂ, സെക്കൻഡ് നായർ ആക്ട് ഓഫ് ട്രാവൻകൂർ. എന്താ തോന്നുന്നത്? കറക്റ്റാണ്, സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടി. സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ് നായർ കമ്മ്യൂണിറ്റി ഇടയിലുള്ള മരുമക്കത്തായം എന്ന് പറയും. ഏതാണ്? മരുമക്കത്തായം എന്ന് പറയുന്ന ഒരു രീതി എന്ത് ചെയ്യുകയാണ്? അത് അവസാനിപ്പിക്കുന്നത് സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ കാലം. അപ്പം മരുമക്കത്തായം മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവരുന്നു. കാരണം മരുമക്കത്തായം വളരെയധികം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആസ് എ ഫാമിലി, ആസ് എ കൺസ്ട്രക്റ്റീവ് ഫാമിലി എന്ന തരത്തിലേക്ക് വലിയ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമായി പോകുന്നുണ്ടായിരുന്നു. എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോകുന്നുണ്ടായിരുന്ന നായർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് അത് മാറ്റണം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് എന്ത് കൊടുക്കും? നിവേദനങ്ങൾ രാജാവിന് കൊടുക്കുമായിരുന്നു. അവസാനം സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ മരുമക്കത്തായം എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു എന്താണ്? ദേവദാസി സിസ്റ്റം അവസാനിപ്പിക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണ്? ഇതേ സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ കാലഘട്ടത്തിൽ. സോ മരുമക്കത്തായം അബോളിഷ് ചെയ്ത, ദേവദാസി സിസ്റ്റം അബോളിഷ് ചെയ്ത എന്താ പറയുക തമ്പുരാട്ടിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ റൂളർ ആയിരുന്നു സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടി എന്ന് പറയുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? സോ റാണി സേതു ലക്ഷ്മിഭായ് മരുമക്കത്തായവും ദേവദാസി സിസ്റ്റവും അബോളിഷ് ചെയ്തു. ശരിയായിട്ടുള്ള ആൻസർ ആണ്. തിരുവിതാംകൂറിന്റെ സെക്കൻഡ് നായർ ആക്ട് ഏത് വർഷമാണ് വരുന്നത്? 1925 വരുന്നത്. 1925. ഫസ്റ്റ് നായർ ആക്ട് 1912 വരുന്നത്. 1912 വരുന്നത്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആലോചിക്കാൻ ശ്രദ്ധിക്കുക. സോ മരുമക്കത്തായം അവസാനിപ്പിക്കുന്ന ഏതിലാണ്? 1925 ഈ ഒരു സെക്കൻഡ് നായർ ആക്ടിലൂടെയാണ് മരുമക്കത്തായം അവസാനിക്കുന്നത്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? കൃത്യമാണെന്ന് വിചാരിക്കുന്നു. കൊച്ചിൻ നായർ ആക്ട് ഉണ്ട്. അതെപ്പോഴാ? കൊച്ചിൻ നായർ ആക്ട് ഇതും കഴിഞ്ഞ ശേഷമാണ് വരുന്നത്. 1937-38 കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇതോടുകൂടിയിട്ടാണ് എന്താണ്? അവിടെയും ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും പിന്തുടർച്ചാവകാശം ലഭിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? അമ്മാവൻ മരുമകൻ അങ്ങനെയാണ് പോവുക. മനസ്സിലാവുന്നുണ്ടോ? ആ രീതി മാറിയത്. ഇനി പൗരസമത്വവാദ പ്രക്ഷോഭം ശ്രീമൂലം തിരുനാൾ. ശരിയല്ലേ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പൗരസമത്വവാദം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് ജോലികളിലും മറ്റും എന്ത് ചെയ്യേണ്ടതുണ്ട്? എല്ലാവർക്കും എന്താണ്? കൃത്യമായിട്ട് വരണം. അതായത് സർട്ടൻ ഹയർ കാസ്റ്റിന് മാത്രമല്ല വേണ്ടത്, ബാക്കിയുള്ള ആളുകൾക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുകയാണ്. ഏത് വർഷമാണ്? 1919 ഇത് നടക്കുന്നത്. 1919 ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് നടക്കുന്നത് അല്ലെ? അവർണ ഹിന്ദുക്കൾ, സോക്കോൾഡ് അന്നത്തെ അവർണ ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങള്, ഇവർക്കൊക്കെ ലാൻഡ് റവന്യൂ വകുപ്പിൽ ജോലി കിട്ടില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. പക്ഷെ ലാൻഡ് റവന്യൂ വകുപ്പ് ഈ അവർണരായിട്ടുള്ള ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ കിട്ടില്ല. കാരണം എന്തായിരുന്നു? കാരണം ലാൻഡ് റവന്യൂ വകുപ്പും ദേവസ്വം വകുപ്പും ഒന്നിച്ചു ചേർന്നാണ് ഉണ്ടായിരുന്നത്. ദേവസ്വം വകുപ്പിലേക്ക് ഈ സോക്കോൾഡ് ഹൈകാസ്റ്റ് ഹിന്ദുസിനെ മാത്രമേ എടുക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്ത് ചെയ്തു? ലാൻഡ് റവന്യൂ വകുപ്പും ദേവസ്വം വകുപ്പും സ്പ്ലിറ്റ് ചെയ്തു, രണ്ടാക്കി.
മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ലാൻഡ് റവന്യൂ വകുപ്പിലേക്ക് എന്ത് ചെയ്തു? അവസാനം എല്ലാ ആളുകളെയും എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പൗരസമത്വവാദ പ്രക്ഷോഭത്തിന്റെ എന്ത് ചെയ്യുന്നത്? പതുക്കെ പതുക്കെ അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇതും ശരിയാണ്. ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ഷേത്രപ്രവേശന വിളംബരം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീ ചിത്തിര തിരുനാളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്നത് വിളംബരമായിരുന്നു. ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് 1936 നവംബർ 12 തീയതിയാണ് മലയാള മാസപ്രകാരം അത് രാജാവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ ദിവസമാണ് എന്ത് ചെയ്യുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. മുല്ലപ്പെരിയാർ ഉദ്ഘാടനം വിശാഖം തിരുനാൾ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം എന്താ? വിശാഖം തിരുനാളിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. എന്താണ്? ഇദ്ദേഹത്തിന്റെ വിശാഖം തിരുനാളിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻ ഉണ്ട്. എന്താണ്? എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഈ പാട്ടക്കരാറിൽ ഒപ്പിടുന്നത് എന്ന് പറയുന്നത് ആരാണ്? വിശാഖം തിരുനാളാ. ബ്രിട്ടീഷുകാരുടെ വലിയ രീതിയിലുള്ള പ്രഷർ കാരണം അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്ന കാര്യമായിരുന്നു വിശാഖം തിരുനാളിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വിശാഖം തിരുനാൾ എന്താണ്? അത് സൈൻ ചെയ്യുന്ന ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് അത് സൈൻ ചെയ്ത് അതിന്റെ അനുമതി കൊടുക്കുന്ന ആളാണ് ആര്? വിശാഖം തിരുനാള്. പിന്നീട് മുല്ലപ്പെരിയാറിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? അത് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് അതിന്റെ എന്ത് നടക്കുന്നത്? ഉദ്ഘാടനം നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമൂലം തിരുനാളാണ്. അതൊരു സിഗ്നേറ്ററി, അതിന് അനുമതി കൊടുക്കുന്ന ആളാണ് വിശാഖം തിരുനാൾ. രണ്ടും മാറിപ്പോകരുത്. കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? കൃത്യമാണ് എന്ന് വിചാരിക്കുകയാണ്. അടുത്ത എന്താ പറയുക, ചോദ്യത്തിലേക്ക് പോവുകയല്ലേ? Next question. Travancore Public Service Commission was established in the year. Travancore Public Service Commission, Travancore PSC ഏത് വർഷമാണ് വന്നത്? ഏത് വർഷമാണ്? 1936. 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? വരുന്നത്. എങ്ങനെയാണ് 1936 വരുന്നത്? അതായത് 1930 നിങ്ങൾക്കറിയാം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. അത് നമ്മൾ പഠിച്ചിട്ടില്ലേ? പൊളിറ്റിയിൽ വ്യക്തമായി പഠിച്ചിട്ടില്ലേ? ഓർമ്മയിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊവിൻഷ്യൽ PSCകൾ അല്ലെ, ഇതെല്ലാം എന്താണ് വരണം എന്ന് പറഞ്ഞിട്ട് അതിൽ ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. ഇതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്. പിന്നീട് ഇതാണ് കേരള PSC ആയിട്ട് മാറുന്നത് അല്ലെ. കേരള PSC ആയിട്ട് എപ്പോഴാണ് മാറുന്നത്? അത് 1956 956 കേരള PSC ആയിട്ട് മാറി. അതിനു മുന്നേ ഇതെന്തായിരുന്നു? ട്രാവൻകൂർ PSC ആയിരുന്നു ഉണ്ടായിരുന്നത്. 1938 ഇതുപോലൊരു സാധനം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ്? തിരുവിതാംകൂറിന്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇപ്പൊ നമ്മളുടെ KSRTC ഇല്ലേ, അതുപോലെ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് 1938 രൂപീകരിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവയെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെ. 1965 ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആയിട്ട് മാറുന്നത് 1965. ഓക്കെ അല്ലേ? ഈ ഭാഗത്ത് സംശയങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്ന ആമിർ ഖുസ്റാവുവിന്റെ ഗുരുവായിരുന്ന ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന സൂഫി സന്യാസി. ഇതാണ് ചോദ്യം. നോക്കൂ, നമ്മളുടെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യുകയാണ്? നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? മറ്റൊരു ഭാഗത്തേക്ക് പതുക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ കടക്കുകയാണ് ഈ സമയത്ത് ചെയ്യുന്നത്. അതായത് നമുക്ക് ഭക്തി പ്രസ്ഥാനം, സൂഫി പ്രസ്ഥാനം, അങ്ങനെ ഒരു ഭാഗം എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലെ. ഭക്തി പ്രസ്ഥാനം, സൂഫി പ്രസ്ഥാനം എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കൊരു ഭാഗം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തിനെ കുറിച്ച് എന്ത് ചെയ്യുകയാണ്? നമ്മളൊന്ന് കാണാനായിട്ട് പോവുകയാണ്. സോ ആ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗമാണ് നമ്മളുടെ ഭക്തി സന്യാസിമാരെ കുറിച്ച്, അതുപോലെ തന്നെ സൂഫി സന്യാസിമാരെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് പഠിക്കാനുണ്ട്. അതെന്ത് ചെയ്യാം? അത് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? കൃത്യമാണല്ലോ? സംശയങ്ങളില്ല ആ ഭാഗത്ത് എന്ന് വിചാരിക്കുകയാണ്. സോ ആദ്യത്തെ ചോദ്യം സൂഫി സന്യാസിമാരെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? സൂഫി സന്യാസിമാരെ കുറിച്ച്, അതിലെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ കുറിച്ച് എന്ത് ചെയ്യുകയാണ്? നമ്മളൊന്ന് കാണാനായിട്ട് പോവുകയാണ്. ഓക്കെ നോക്കിയാലേ നമുക്ക് എന്തായിരുന്നു സൂഫി പ്രസ്ഥാനം? ബേസിക്കലി അതായത് ഈ ഒരു സെൻട്രൽ ഏഷ്യൻ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ആളുകളായിരുന്നു അവർ. അപ്പോൾ അവർ ഭക്തി എന്ന് പറയുന്ന ഒരു ആശയത്തിനാണ് അവർ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് സോ കോൾഡ് കുറെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ള വാചകങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ഭക്തിയിലൂടെ എന്ത് ചെയ്യുക? ഈശ്വരനിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ആശയമാണ് ആര് മുന്നോട്ട് വെച്ചിരുന്നത്? സൂഫി കൾട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവര് ഈ സൂഫീസ് എന്ത് ചെയ്യും? നമ്മൾ കണ്ടിട്ടില്ലേ? ഈ വലിയ നീളത്തിലുള്ള തൊപ്പിയൊക്കെ ഇട്ടിട്ട് സൂഫി സംഗീതം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അവരിങ്ങനെ ഡാൻസ് ചെയ്യണ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വലിയ തൊപ്പികളായിരിക്കും അവരുടെ അല്ലെ. വലിയ തൊപ്പി ഇട്ടിട്ട് വെള്ള കളർ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്
ഡാൻസ് ചെയ്യുന്ന, അങ്ങനെ കറങ്ങി കറങ്ങി ഡാൻസ് ചെയ്യുന്ന അവരെ കണ്ടിട്ടുണ്ടല്ലോ. അത് ഒരു ഭാഗം മാത്രമാണ്, അതല്ല സൂഫി. അവരുടെ സൂഫിസം എന്ന് പറയുന്ന ഒരു രീതി തന്നെ എന്താണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താഗതിയായിരുന്നു. കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു കുറച്ചുകൂടി ഒരുപാട് ബാക്കിയുള്ള മതങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂടി അട്രാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചിന്താഗതിയൊക്കെയായിരുന്നു അവർ വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി എന്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും പറയുകയാണ്, ആമിർ ഖുസ്റാവു വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്നു അല്ലെ ആമിർ ഖുസ്റാവു. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന സൂഫി സന്യാസി ആരായിരുന്നു എന്നതാണ് ചോദ്യം. ആരായിരുന്നു ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ആമിർ ഖുസ്റാവുവിന്റെ എന്താ പറയുക ഗുരുവായിട്ടുള്ള സന്യാസി? അത് വേറെ ആരും അല്ല. ആരാണത്? അത് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. നിസാമുദ്ദീൻ സ്റ്റേഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഡൽഹിയുടെ ജസ്റ്റ് ഔട്ട്സ്കേർട്സിലുള്ള സ്റ്റേഷൻ നിസാമുദ്ദീൻ സ്റ്റേഷൻ. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ആയിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സൂഫി സെയിന്റ്. ആലോചിച്ച് വെക്കാനായിട്ട് കൂട്ടുകാരെന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹർവർദി വളരെ ഫേമസ് ആണ് അല്ലെ. ഇത് എവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം? സിൽഹറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം. എവിടെയായിരുന്നു? സിൽഹറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മൊയ്നുദ്ദീൻ ചിഷ്ടി ഉണ്ട് അല്ലെ. മൊയ്നുദ്ദീൻ ചിഷ്ടി എവിടെയായിരുന്നു? അജ്മീർ ആയിരുന്നു അല്ലെ. അജ്മീറിലായിരുന്നു ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്ടി അല്ലെ. ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്ടി എവിടെയായിരുന്നു? അജ്മീർ. അജ്മീറിൽ ആണ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്ടി ഉണ്ടായിരുന്നത് അല്ലെ. ഇവരുടെ ചോദ്യങ്ങളെ കുറിച്ചിട്ട് ഒരു PSC ക്വസ്റ്റ്യൻ ഡിഗ്രി ലെവലിൽ ഞാൻ ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗം ഉൾപ്പെടുത്തിയത്. സോ പ്രധാനപ്പെട്ട ആള് ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്ടിയെ പോലെയുള്ള ആളുകൾ എവിടെയായിരുന്നു? അജ്മീറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഡൽഹി ബേസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. സിൽഹറ്റിലായിരുന്നു ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹർവർദി ഉണ്ടായിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ബാബ ഫരീദ് എവിടെയായിരുന്നു? അയോധ്യ എന്ന് പറയും, അയോധ്യയില്ല, അതിന്റെ ആ ഭാഗത്തായിരുന്നു ബാബ ഫരീദ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ പല പല ഇടങ്ങളിലാണ് ഓരോരോ ആളുകളും ഉണ്ടായിരുന്നത് എന്ന കാര്യം കൂട്ടുകാരിക്കുക. ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടായിരുന്നു ഷാ ആലം ബുഖാരി ഉണ്ടായിരുന്നത്. ഷാ ആലം ബുഖാരി ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ പല പല ഇടങ്ങളിലായിട്ടായിരുന്നു ഈ സൂഫി സന്യാസിമാർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം ആലോചിക്കാനായിട്ടും ശ്രദ്ധിക്കും. നമ്മുടെ ആൻസർ ഏതാണ്? ഡൽഹി ബേസ്ഡ് ആയിട്ടുണ്ടായിരുന്നത് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും സ്ഥലങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ റോങ്ലി പെയർഡ് സെറ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നത് റോങ്ലി പെയർഡ് ആയിട്ടുള്ള ആളുകൾ ആരെയെന്നാണ് ചോദിക്കുന്നത്. മീരാഭായ് രാജസ്ഥാൻ, ആണ്ടാൾ ശൈവസം, ബാസവണ്ണ വീരശൈവാസ്, മൊയ്നുദ്ദീൻ ചിഷ്ടി അജ്മീർ. മൊയ്നുദ്ദീൻ ചിഷ്ടി അജ്മീർ ആണെന്ന് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ. ശരിയാണ്. മീരാഭായ് വലിയ കൃഷ്ണഭക്തയായിരുന്നു. രാജസ്ഥാനിൽ ബേസ്ഡ് ആയിട്ടാണ് മീരാഭായ് ഉണ്ടായിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാസവണ്ണ ഏതാണ്? വീരശൈവ പ്രസ്ഥാനം അല്ലെ. 12ാമത്തെ നൂറ്റാണ്ടിലാണ് കർണാടക ബേസ്ഡ് ആയിട്ടാണ് വീരശൈവാസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ കർണാടക ഇപ്പോഴും ഈ അടുത്ത് പോലും പൊളിറ്റിക്സിൽ അവര് വലിയ കാര്യമായിട്ട് ന്യൂസിലുണ്ടായിരുന്നു. ഈ വീരശൈവാസ് ഇവരുടെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ജാതിപരമായിട്ട് വിവേചനം ഉണ്ടായിരുന്ന ഇവരെ ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് ഇവരെ ജാതിപരമായിട്ട് വലിയ വിവേചനം ഇവർ നേരിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെന്താണ്, ശിവഭക്തരായിട്ട് മാറുകയും വീരശൈവ പ്രസ്ഥാനം ഇവർ ആരംഭിക്കുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ട്? വീരശൈവ പ്രസ്ഥാനം ആരംഭിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു ബസവണ്ണ. മനസ്സിലാവുന്നുണ്ട്? ഈ ബസവണ്ണ ആരായിരുന്നു? അദ്ദേഹം നമ്മൾ ചെയ്യുന്ന തൊഴിലിന്റെ മഹത്വം എത്രത്തോളം, തൊഴിലാണ് തൊഴിലിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലിന്റെ പേരിലുള്ള ഈ ജാതിപരമായിട്ടുള്ള മറ്റ് വ്യത്യാസങ്ങളുമൊക്കെ വേണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്ന ഒരാളായിരുന്നു ബസവണ്ണ. അപ്പോൾ അവരൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ വീരശൈവ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അവർ കഴുത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒരു ശിവലിംഗത്തിന്റെ ഒരു രൂപം ധരിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന പേര്, ഈ പേര് നിങ്ങൾ കുറെ പേരെങ്കിലും പൊളിറ്റിക്സിൽ കേട്ടിട്ടുണ്ടാവും, ലിംഗായത്ത്. അപ്പൊ ലിംഗായത്ത് വിഭാഗം കർണാടകയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ലിംഗായത്ത് വിഭാഗം ഈ വീരശൈവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ആര്? ബസവണ്ണ എന്ന് പറയുന്ന ഇദ്ദേഹം. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? സോ ബസവണ്ണ വീരശൈവമാണ്. ആണ്ടാൾ ശൈവിസമല്ല, വൈഷ്ണവിസമാണ്. അപ്പൊ ആണ്ടാൾ എന്ന് പറയുന്ന ഒരു തമിഴ് ആഴ്വാർമാരെന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? വൈഷ്ണവ ഭക്തർ ആഴ്വാർമാരും ശൈവ ഭക്തർ ആരായിരുന്നു? നായനാർമാരുമായിരുന്നു അല്ലെ. വിഷ്ണുവിന്റെ ഭക്തന്മാര് ആഴ്വാർമാരും ശിവഭക്തര് നായനാർമാർ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൽ ആഴ്വാർമാരിലെ ഒരു പ്രധാനപ്പെട്ട വൈഷ്ണവ സന്യാസിനിയായിരുന്നു ആണ്ടാള്. മനസ്സിലാവുന്നുണ്ടോ? ഈ ആണ്ടാൾ അതുകൊണ്ട് ശൈവിസമല്ല, ആരാണ്? ഇവര് വൈഷ്ണവിസത്തിന്റെ ആളായിരുന്നു. സോ ഇതാണ് തെറ്റായിട്ടുള്ള പേര് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇത് 4ഉം ഏത് വിഭാഗത്തിനെ കുറിച്ചാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. നോക്കൂ, അത് മാത്രമല്ല 857
എന്താ പറയുക, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതുമായി ബന്ധപ്പെട്ട് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള ചില കലാപങ്ങളിൽ നിന്നൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള സാധനമാണ്. നോക്കുക. ബക്ഷി ജഗത് ബന്ധു വാസ് ദ ലീഡർ ഓഫ് പൈക്ക റിബല്യൻ. മംഗൾ പാണ്ഡെ revolted against the British in Meerut camp. The ratio of British to native soldiers before the revolt was 1:6. Indigo revolt was led by Digambar Biswas and Vishnu Biswas. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അപ്പം ആൻസർ കിട്ടി അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണത്. നമ്മൾ എപ്പോഴും പറയാറുള്ള എലിമിനേഷൻ ടെക്നിക്കില്ലേ, അത് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്. അത് നോക്കൂ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക. മംഗൾ പാണ്ഡെ റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ മീററ്റ് ക്യാമ്പ്. നോക്കൂ, വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. മംഗൾ പാണ്ഡെ എവിടെ വെച്ചിട്ടാണ് വെടിവെക്കുന്നത്? വെസ്റ്റ് ബംഗാളിലുള്ള ബാരക്പൂർ ക്യാമ്പ് ഉണ്ട്. എവിടെയാണ്? ബാരക്പൂർ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലെ സ്ഥലത്ത് വെച്ചിട്ടാണ് മംഗൾ പാണ്ഡെ എന്ത് ചെയ്യുന്നത്? വെടിവെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അത് മീററ്റിലല്ല, മീററ്റ് യു പിയിലുള്ള മീററ്റിൽ നിന്നാണ് ഇത് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഈ മംഗൾ പാണ്ഡെ ഇങ്ങനെ വെടിവെക്കും, അദ്ദേഹത്തെ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും. ഇത് എന്ത് ചെയ്യുകയാണ്? ഈ ന്യൂസ് ഇങ്ങനെ എല്ലാവിടെയും എത്തുന്നുണ്ട്. ഇദ്ദേഹം മംഗൾ പാണ്ഡെയുടെ ഈ ഒരു ഇഷ്യൂ നടക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. പിന്നീട് മെയ് മാസത്തിൽ മീററ്റ് ക്യാമ്പിൽ നിന്നാണ് ഈ വലിയ വിപ്ലവം എന്ത് ചെയ്യുന്നത്? അത് പൊട്ടിപ്പുറപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 1857 മെയ് 10 മീററ്റ് ക്യാമ്പിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അവർ റിവോൾട്ട് ചെയ്യുന്നതും ആ കന്റോൺമെന്റിലെ എല്ലാ ആളുകളെയും എന്താണ്, ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകളൊക്കെ എന്താണ്, വെടിവെച്ച് കൊല്ലുകയും മറ്റും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, മംഗൾ പാണ്ഡെ മീററ്റിലല്ല ബാരക്പൂറിലാണ് എന്ത് ചെയ്യുന്നത്? പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് തെറ്റാണെന്ന് മനസ്സിലായി അല്ലേ? ഇനി നോക്കിക്കേ, എല്ലാം എന്താണ്, ഇന്ന സ്റ്റേറ്റ്മെന്റ് ശരി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 ശരിയായിട്ട് വരില്ല. അപ്പോൾ 2 ഉള്ളതൊക്കെ നമുക്ക് കളയാം. 2 ഉണ്ട്, ഇത് കളയാം. 2 ഉണ്ട്, ഈ സ്റ്റേറ്റ്മെന്റ് കളയാം. 2 ഉണ്ട്, ഈ ഓപ്ഷനും കളയാം. ഇത് മാത്രമാണ് ശരി. ബാക്കി ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നോക്കുന്നു, അയ്യോ മീററ്റ് അല്ലല്ലോ, ബാരക്പൂറിലല്ലേ, അത് വളരെ ഫേമസ് അല്ലേ, ബാരക്പൂറിലാണ് തുടങ്ങുന്നത്, മംഗൾ പാണ്ഡെ ബാരക്പൂറിലാണുള്ളത് എന്നുള്ളത്. അപ്പൊ ബാരക്പൂറിലാണെന്ന് മനസ്സിലാവുന്നു, 2 തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു, ബാക്കി ഒന്നും വായിക്കാണ്ട് ഇത് ഏതാണ്? ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നോക്കൂ, 4 എണ്ണം തരുമ്പോൾ നിങ്ങൾ, അത് ഇത്ര വലിയ ഒരു സ്റ്റേറ്റ്മെന്റുകൾ തന്നാൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ഉള്ളിൽ എന്താണ്, രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കൃത്യമായിട്ട്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, അടുത്ത ഭാഗത്തേക്ക് സുഖമായിട്ട് പോകാനും സാധിക്കും. ഓക്കെ അല്ലേ? സോ 1, 3 and 4 ആണ്. ബാക്കിയൊക്കെ ഫാക്ടുകളാണ്, പഠിക്കുക, കൃത്യമായി മനസ്സിലാക്കുക. ബക്ഷി ജഗത് ബന്ധു ആണ് പൈക്ക റിബല്യൻ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇൻഡിഗോ റിവോൾട്ട് വളരെ ഫേമസ് ആണ്. ദിഗംബർ ബിശ്വാസ്, വിഷ്ണു ബിശ്വാസ്, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മുഴുവൻ. ഇനി ഒരു അഡിഷൻ ഞാൻ നടത്താം, ഒരിക്കലും ചോദ്യമായി വന്ന് കണ്ടു, അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയത്. ഈ കലാപത്തിന് മുമ്പ് ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള പടയാളിക്ക് വേണ്ടിയിട്ട് 6 പേരാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇന്ത്യക്കാരായിട്ടുള്ള ആൾ. അപ്പോൾ ഒരു ബ്രിട്ടീഷ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ 6 പേരെന്തായിരിക്കും? ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് മാറി. ഇത് ബംഗാളിൽ ഈ വിപ്ലവത്തിന് ശേഷം ബംഗാളിൽ എങ്ങനെയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:2 ആക്കി. ഇത് അതായത് 1:6, അതായത് അതുവരെ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരന് 6 ഇന്ത്യക്കാരുള്ള സ്ഥലത്ത് ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരന് 2 ഇന്ത്യക്കാരെന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു? ഇന്ത്യക്കാരുടെ എണ്ണം കുറച്ചു. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ എണ്ണം കൂട്ടി. മദ്രാസിലും, ഇതെവിടെയാ? ബംഗാളില്. മദ്രാസിലും അതുപോലെ തന്നെ ബോംബെയിലും എന്ത് ചെയ്തു അറിയോ നിങ്ങൾക്ക്? മദ്രാസിലും ബോംബെയിലും ഈ റേഷ്യോ എന്ന് പറയുന്നത് 2:5 നിർത്തി. 2:5 എന്ന് വെച്ചാൽ എത്രയാ? അറൗണ്ട് എത്രയാണ് 2:5 എന്ന് വെച്ച് കഴിഞ്ഞാൽ? 2:5 എന്ന തരത്തിൽ എന്താണ്, കുറച്ചുകൂടി ഈസി ആക്കിയിട്ടാണ് ഇവിടെ നിർത്തിയത്. ഇവിടെ അത് 50%. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ അറൗണ്ട് 40% അടുത്തേക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? ഇത് കൊണ്ടുവന്നിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അറൗണ്ട് 40% കൊണ്ടുവന്നിട്ടുള്ളൂ. ഇത് 50. കാരണം എന്താ വെച്ചാൽ ബംഗാളിലാണ് വലിയ രീതിയിൽ വിപ്ലവം നടന്നത്. ബോംബെ മദ്രാസ് ഒക്കെ അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് റിലാക്സ്ഡ് ആക്കിയിട്ട് വെച്ചു, ഇവിടെ വളരെ ടൈറ്റ് ആക്കിയിട്ട് ആ റേഷ്യോ വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? സോ 1:6% ഈ രീതിയിലാണ് ഓരോ പ്രദേശങ്ങളിലും മാറിയത് എന്ന കാര്യം എന്ത് ചെയ്യുക? ആലോചിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിലേക്ക് ഇനി ഞാൻ കടക്കുന്നില്ല. അടുത്ത ചോദ്യം നോക്കൂ. 1ാം സ്വാതന്ത്ര്യ സമരത്തിലെ നേതാക്കളെയും അവർ സമരം നയിച്ച ഇടങ്ങളും, അതായത് ചില നേതാക്കൾ, ഇത് പല തവണ വന്നിട്ടുള്ള ചോദ്യമാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ളത് പ്രത്യേകം ഓർക്കുക. സേർട്ടൺ നേതാക്കന്മാരാണ് സേർട്ടൺ സ്ഥലങ്ങളിൽ യുദ്ധം നയിച്ചിരുന്നത്. അതായത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് വല്ലാണ്ട് ബാധിക്കുന്നത്. സൗത്തിലേക്കൊന്നും ഇതിന്റെ അനുരണനങ്ങൾ ഉണ്ടാവുന്നില്ല. ഇവരെന്ത് ചെയ്യുകയാണ്? ബാരക്പൂർ കഴിഞ്ഞിട്ട്
നമ്മളുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്, ഇത് മീററ്റിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, ഇവർ എങ്ങോട്ട് പോവുക, ഡൽഹിയിലേക്ക് പോവുകയാണ്. നമ്മളുടെ ഡൽഹിയിൽ എന്ത് ചെയ്യുകയാണ്, അവിടുത്തെ മുഗൾ രാജാവിനെ അവരെന്ത് ചെയ്യുകയാണ്, ഷാ ആലത്തിന് എന്ത് ചെയ്യുകയാണ്, അവർ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളാണ് ഞങ്ങളുടെ രാജാവെന്ന് പ്രഖ്യാപിക്കുകയാണ്. ആദ്യം അദ്ദേഹം മടിച്ചു നിൽക്കുന്നുണ്ട്, പിന്നീട് അദ്ദേഹം അവസാനം ഏറ്റെടുക്കുകയാണ്. ഇത് കലാപം പടർന്നെങ്കിലും ഓരോ ആളുകൾക്കും അവരവരുടെ നാട്ടിലേതായിട്ടുള്ള ചില ആഗ്രഹങ്ങളും കാര്യങ്ങളും കാരണമാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പോരാടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരോ ഏരിയകളിലും ഓരോരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ആളുകളാണ് ഇത് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആളുകൾ ആരൊക്കെ എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. നാനാ സാഹിബ് വളരെ ഫേമസ് ആണ്. നാനാ സാഹിബ് ആയിരുന്നു കാൺപൂരിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, അല്ലെ. നാനാ സാഹിബ് പിന്നീട് നേപ്പാളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്, അല്ലെ. അപ്പൊ നാനാ സാഹിബ് എന്ത് ചെയ്യുന്നുണ്ട്, കാൺപൂരിൽ അദ്ദേഹം തന്നെയാണ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, യുദ്ധം നയിക്കുന്നത് എന്ന കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. മധുര ദേവി സിംഗ്, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഓർത്ത് വെക്കാൻ, മധുര മീനാക്ഷി അല്ലെ, മധുരയിൽ ദേവി ഉണ്ട് നമ്മൾ പറയും. മധുര ദേവി സിംഗ് ആണ്, ശരിയായിട്ടുള്ള കാര്യമാണ്. ഡൽഹി ഭക്ത് ഖാൻ ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, ലക്നൌവിൽ ഖാൻ ബഹദൂർ ഖാൻ അല്ല. ലക്നൌവിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്, ലക്നൌവിന്റെ ഏരിയ, അതുപോലെ തന്നെ ലക്നൌവിന്റെ അപ്പുറമുള്ള ആഗ്ര, അവധ് ഏരിയ, അയോധ്യ, ഇവിടെയെല്ലാം ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. വളരെ ഫേമസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം. ബീഗം ഹസ്രത് മഹലാണ് ലക്നൗ, ആഗ്ര, പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നത് അവധ്, അയോധ്യ, ഈ റീജിയൻ ഒക്കെ ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. അതുപോലെ തന്നെ ഖാൻ ബഹദൂർ ഖാൻ എവിടെ ഉണ്ടായിരുന്നത്, ഖാൻ ബഹദൂർ ഖാൻ ബറേലിയിലായിരുന്നു ഖാൻ ബഹദൂർ ഖാൻ ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? സോ ലക്നൗ ആരാണ്, ബീഗം ഹസ്രത് മഹൽ, ഖാൻ ബഹദൂർ ഖാൻ ബറേലിയുമായിരുന്നു എന്ന കാര്യം കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സോ ബാക്കി ഒരുപാട് പേരുണ്ട് അല്ലെ. കോട്ടയിൽ ജയദയാലായിരുന്നു, അതുപോലെ തന്നെ റാവു തുലാറാം ആയിരുന്നു ഹരിയാനയിൽ ഉണ്ടായിരുന്നത്, മീററ്റിൽ കദം സിംഗ് ആയിരുന്നു, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായ് അല്ലെ, മധുര ദേവി സിംഗ് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഗ്വാളിയോർ ഏരിയയിൽ താന്തിയ തോപ്പിയും റാണി ലക്ഷ്മിഭായും രണ്ടുപേരും ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ എന്ത് ചെയ്യുക, ഓരോരോ ഏരിയകളിലും പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ആരെല്ലാമാണ് ഈ വിപ്ലവങ്ങൾ സപ്രസ് ചെയ്തത്, അടിച്ചമർത്തിയ ഇംഗ്ലീഷ് സൈന്യാധിപന്മാര്. ഒരിക്കൽ അത് ചോദ്യമായി വന്നിട്ട് ഹ്യൂജ് റോസിന്റെ പേര് ഒരിക്കൽ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ സ്റ്റേറ്റ്മെന്റ്, ഡൽഹിയിലെ വിപ്ലവം, റിവോൾട്ട് ഇൻ ആൻഡ് അറൌണ്ട് ഡൽഹി വാസ് സപ്രസ്ഡ് ബൈ ഹെൻറി നിക്കോൾസൺ. ശരിയാണ്. റിവോൾട്ട് ഇൻ ആൻഡ് അറൌണ്ട് ലക്നൗ വാസ് സപ്രസ്ഡ് ബൈ ക്യാമ്പൽ. ഈ ക്യാമ്പലിന്റെ വരവാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, വിപ്ലവത്തിന്റെ നട്ടലിലൊടിക്കുന്നത് എന്ന് പറയാറുണ്ട്. കാരണം ലക്നൗ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു. ലക്നൌവിൽ ക്യാമ്പൽ എന്താണ് പരാജയപ്പെടുത്തി മുന്നോട്ട് പോയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, താഴത്തോട്ടൊന്ന് റിലാക്സ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ലക്നൌവിലെ തോൽവിയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, എല്ലാം പുറകോട്ട് പിന്നീട് കൊണ്ടുവരുന്നത് എന്ന് എന്ത് ചെയ്യാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ക്യാമ്പലിന്റെ വരവ് വലിയൊരു എന്താ പറയുക കാര്യമായിട്ടാണ് ബ്രിട്ടീഷുകാർ പിന്നീട് പറഞ്ഞിട്ടുള്ളത്. ഝാൻസിയില് ഹ്യൂജ് റോസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഞാൻ എപ്പോഴും ഝാൻസി റാണി ലക്ഷ്മിബായി ആണല്ലോ, ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി കയ്യിലൊരു റോസാപ്പൂവായിട്ട് ഇങ്ങനെ എന്താണ് കുതിരപ്പുറത്ത് പോകുന്ന പോലെ, വാളിന് പകരം ഞാൻ റോസാപ്പൂ എന്ന് ആലോചിക്കും. അപ്പോൾ ഹ്യൂജ് റോസ് എന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റാറുണ്ട്, ഝാൻസി ഹ്യൂജ് റോസ്. ലക്നൌവിൽ എന്താണ് ഒരാൾ ബെല്ലടിച്ചു എന്ന് ഞാൻ വെറുതെ ആലോചിച്ച് വയ്ക്കുക, അത് എൻ്റെ ഓർത്ത് വയ്ക്കലാണ്. നിങ്ങൾക്ക് എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഹെൻറി നിക്കോൾസനെ ഞാൻ മറക്കില്ല, കാരണം ഡൽഹിയിൽ അതിക്രൂരമായിട്ടാണ് ഹെൻറി നിക്കോൾസൺ എന്ത് ചെയ്യുന്നത്, എല്ലാം അടിച്ചമർത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നാണ് ഹെൻറി നിക്കോൾസനെ അന്ന് പേരിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഡൽഹിയിൽ അത്ര ക്രൂരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിപ്ലവം അടിച്ചമർത്തപ്പെടുന്നത്. സോ ഇത് മൂന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ ആർ ട്രൂ എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആൻസർ. ഓർത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ്, വിച്ച് മുഗൾ റൂളർ ഗേവ് ദ ടൈറ്റിൽ രാജ ടു റാം മോഹൻ റോയ്? രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് ആരാണ് എന്നതാണ് ചോദ്യം വരുന്നത്. ആരറിയോ? ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. അക്ബർ ഷാ രണ്ടാമനാണ് കൊടുക്കുന്നത്. ഈ അക്ബർ ഷാ രണ്ടാമൻ്റെ ഒപ്പാണ് രാജാറാം മോഹൻ റോയ് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. എവിടേക്ക് പോകുന്നത്? ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. ഇതിനകത്ത് എത്ര വലിയ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ സീ അല്ലെങ്കിൽ ഓഷ്യൻ അത് കടന്ന് ആരും പോവാൻ പാടില്ലായിരുന്നു. ഈ അന്ധവിശ്വാസത്തിന് എന്താണ്, അത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മൾ ഒരുപാട് പുറത്ത് നടക്കുന്ന കാര്യം നമുക്ക് അതുകൊണ്ട് അറിയില്ലായിരുന്നു. ആളുകൾ എന്താ പറയുക, ആവി യന്ത്രം കണ്ടുപിടിക്കുന്നു, വലിയ തോക്ക് കണ്ടുപിടിക്കുന്നു, സയന്റിഫിക്കലി വളരുന്നു എന്നൊന്നും നമുക്കറിയില്ല. കാരണം നമ്മൾ എന്താണ്, കടൽ കടന്നു പോകില്ലായിരുന്നു. ചൈനക്കാർക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു.
നമ്മൾ വലിയൊരു സിവിലൈസേഷനിൽ നിന്ന് നമ്മൾ രണ്ടുപേരും വല്ലാണ്ട് താഴത്തേക്ക് പോകാനുള്ള കാരണങ്ങളിൽ ഒന്നെന്തായിരുന്നു? ഇത്തരം അന്ധവിശ്വാസങ്ങൾ തന്നെയായിരുന്നു. ചൈന പിന്നീട് അതൊക്കെ മറികടന്ന് ഒരുപാട് മുന്നോട്ടേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. നമ്മൾ അത്രയധികം മുന്നോട്ടേക്ക് പലപ്പോഴും പോയിട്ടില്ല. നമ്മളിപ്പോഴും പല പല അന്ധവിശ്വാസങ്ങളായിട്ട് ഇരിപ്പുണ്ട് ഇപ്പോഴും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സീ മോഷനും കടക്കാൻ പറ്റിയിരുന്നു. ഈ സീ മോഷനും കടന്നുപോയ കപ്പലിലൂടെ ഈ എന്താ പറയുക കടൽ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന പേരിൽ കൂടി ആരറിയപ്പെടാറുണ്ട്? രാജാ റാം മോഹൻ റോയ് അറിയപ്പെടാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് ഇദ്ദേഹം, അല്ലെ? ഒരുപാട് പേരിൽ ബ്രഹ്മസമാജം ആരംഭിക്കുന്ന ആളാണ്. 1828 എന്ത് ചെയ്യുന്നത്? ബ്രഹ്മസമാജം എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ബ്രഹ്മസമാജം ആരംഭിക്കുന്നത്. ആദ്യം ഇത് ബ്രഹ്മസഭ എന്ന പേരിലേക്കാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 1828 ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ ബ്രഹ്മസഭ എന്ന് അറിയപ്പെട്ടിരുന്നു. പക്ഷേ അത് 1828 അത് ബ്രഹ്മസഭ എന്ന് അറിയപ്പെട്ടത്. പക്ഷെ ബ്രഹ്മസമാജം എന്ന പേരിൽ തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. 30 അത് ബ്രഹ്മസമാജ് എന്ന പേരിലേക്ക് പേര് മാറ്റുന്നത്. പക്ഷെ എപ്പോഴും ആൻസേഴ്സിൽ 828 എന്ന വർഷം തന്നെയാണ് തരാറുള്ളത്. ഓക്കെ, അപ്പൊ രാജാ റാം മോഹൻ റോയെ കുറിച്ച് എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അപ്പൊ അക്ബർ ഷാ രണ്ടാമനാണ് രാജാ റാം മോഹൻ റോയ്ക്ക് രാജ എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് നോട്ട് കറക്റ്റ്? നോട്ട് ആണ് ചോദിക്കുന്നത്, പ്രത്യേകം ആലോചിക്കണം. തത്വവർജിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നു. പ്രാർത്ഥനാ സമാജ് ആത്മാരാം പാണ്ഡുരംഗ് എന്ന് പറയുന്നു. ദേവ സമാജ് കേശബ് ചന്ദ്ര സെൻ എന്ന് പറയുന്നു. സത്യശോധക് സമാജ് ജ്യോതിബ ഫൂലെ എന്ന് പറയുന്നു. എന്താണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? ഏതാണ് ശരിയെന്നാണ് തോന്നുന്നത്? തെറ്റായിട്ടുള്ള ഏതാണ്? തെറ്റ് ദേവസമാജമാണ്. ഇതെന്താ ചെറിയ പ്രശ്നമേ ഉള്ളൂ. കേശബ് ചന്ദ്രസെൻ തുടങ്ങുന്നത് എന്താ അറിയോ? ദേവസമാജമല്ല, വേദസമാജമാണ്. ഏതാണ്? വേദസമാജ് ആണ് കേശബ് ചന്ദ്രസെൻ തുടങ്ങുന്നത്. അപ്പൊ ദേവസമാജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? ദേവസമാജ് ഉണ്ട്. ദേവസമാജ് തുടങ്ങുന്ന ആരറിയോ കൂട്ടുകാർക്ക്? ദേവസമാജ് തുടങ്ങുന്നത് പണ്ഡിറ്റ്, വലിയ പേരാണ്, ഓർത്ത് വെക്കുക, പണ്ഡിറ്റ് ശിവ് നാരായൺ അഗ്നിഹോത്രി. പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രിയാണ് ദേവസമാജം തുടങ്ങുന്നത്. വേദസമാജം തുടങ്ങുന്നത് കേശബ് ചന്ദ്രസെന്നാണ്. വ്യത്യാസം മനസ്സിലായോ? ദേവസമാജമുണ്ട്, വേദസമാജമുണ്ട്. വേദസമാജ് തുടങ്ങുന്നത് കേശബ് ചന്ദ്രസെന്നും ദേവസമാജം തുടങ്ങുന്നത് പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രിയുമാണ്. തത്വവർജിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ തന്നെയാണ് തുടങ്ങുന്നത്. ഈ തത്വവർജിനി സഭയാണ് പിന്നീട് തത്വബോധിനി സഭയാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 1839 ഇതിന്റെ തുടക്കം. എല്ലാം നോട്ട് ഡൗൺ ചെയ്ത് വെക്കണേ പറയുന്നത്. തത്വവർജിനി സഭയാണ് പിന്നീട് തത്വബോധിനി സഭയാകുന്നത്. അതായത് ബ്രഹ്മസമാജം അല്ലെ, ബ്രഹ്മസഭ പിന്നീട് ബ്രഹ്മസമാജമായതുപോലെ തത്വവർജിനി സഭ എന്തായി മാറി? തത്വബോധിനി സഭയായി മാറി. 839 എന്താവുന്നത്? തത്വവർജിനി സഭ സ്ഥാപിതമാണ്. തത്വബോധിനി സഭ ചോദിച്ചാലും ഇതേ വർഷമാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നീട് തത്വബോധിനി സഭ 1859 അത് ബ്രഹ്മസമാജത്തിൽ ലയിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥനാ സമാജ് ആത്മാരാം പാണ്ഡുരംഗ് തന്നെയാണ്, കറക്റ്റാണ്. പ്രാർത്ഥന എന്തിനുള്ള? ആത്മാവിനുള്ളതല്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പ്രാർത്ഥന ആത്മാവിന് വേണ്ടിയാണ്. സോ പ്രാർത്ഥനാ സമാജ് ആത്മാരാം പാണ്ഡുരംഗ്. സത്യശോധക് സമാജ് ജ്യോതിബ ഫൂലെ. സത്യം എന്ന് വെച്ചാൽ എന്താണ്? ജ്യോതി പോലെയാണ് അല്ലെ, അങ്ങനെ തെളിഞ്ഞു കാണേണ്ടതാണ് സത്യം. ജ്യോതി അല്ലെ, തിളക്കം, വെളിച്ചം, ജ്യോതി വെളിച്ചം അല്ലെ. അപ്പോ സത്യശോധക് സമാജ് ജ്യോതിബ ഫൂലെ. ജ്യോതിബ ഫൂലെ വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് വായിക്കേണ്ട ഒരാളാണ്. ആര്? ജ്യോതിബ ഫൂലെ. അദ്ദേഹം ഒരു എന്താ പറയുന്നത് 873 സത്യശോധക് സമാജ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. 873 അദ്ദേഹം സത്യശോധക് സമാജ് എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സാവിത്രിബായി ഫൂലെ ഇവരൊക്കെ കൂടിയിട്ടാണ് 1848 പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 1848 9 എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പെട്ടെന്നൊരു കൺഫ്യൂഷൻ. 48 49 ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പൂനെയിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഒരു സ്കൂൾ തുടങ്ങുകയാണ്. പൂനെയിൽ ഒരു സ്കൂൾ, ആദ്യത്തെ പെൺകുട്ടികൾക്കുള്ള ആദ്യത്തെ സ്കൂൾ 848 തന്നെയാണ് എൻ്റെ ഓർമ്മ കേട്ടോ. 9 തോന്നുന്നു, നിങ്ങളൊന്ന് ഉറപ്പിക്കണേ. അത് പറ്റിയാലൊന്ന് കമന്റ് ചെയ്യുക. 848 മറ്റാണ് പൂനെയിൽ എന്ത് ചെയ്യുന്നത്? അദ്ദേഹം പെൺകുട്ടികൾക്കുള്ള ആദ്യത്തെ സ്കൂൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സാവിത്രിബായി ഫൂലെയും ചേർന്ന്, ജ്യോതിറാവ് ഫൂലെയും സാവിത്രിബായി ഫൂലെയും ചേർന്ന് എന്ത് ചെയ്യുകയാണ്? ഒന്ന് തുടങ്ങുകയാണ്. മനസ്സിലാവുന്നത്? ജ്യോതിബ ഫൂലെ അതുപോലെ സാവിത്രിബായിയും ചേർന്നിട്ട് തുടങ്ങുകയാണ് എന്ന കാര്യം ചെയ്യുക, ആലോചിക്കുക. ജ്യോതിറാവ് ഫൂലെയാണ് മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു വ്യക്തി. മഹാത്മാ ഗാന്ധി എന്നറിയപ്പെടുന്നില്ലേ, അതുപോലെ മഹാത്മാ എന്ന ബഹുമതി അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ചെയ്യുക, കൂട്ടുകാരെ ആലോചിക്കുക. അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഏത്? ഗുലാംഗിരി.
സ്ലേവറി, അടിമത്തം എന്നൊരു അർത്ഥമാണ് ഗുലാംഗിരിക്കുള്ളത്. അദ്ദേഹം ഒരു താണജാതിയിൽപ്പെട്ട, സോക്കോൾഡ് താണജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു. BR അംബേദ്കറൊക്കെ തന്റെ രാഷ്ട്രീയ ഗുരുവായിട്ട് കണക്കാക്കിയിരുന്ന വ്യക്തിയായിരുന്നു ജ്യോതിബ ഫൂലെ. മനസ്സിലാവുന്നുണ്ടോ? സോ അടിമത്തം എന്തെന്ന് അറിയാവുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഗുലാംഗിരി എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നതിന് കാരണവും ഇത് തന്നെ ആയിരുന്നു. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? കൃത്യമല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നമുക്ക്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. മൂലശങ്കർ എന്നതായിരുന്നു ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥം. വളരെ ഫേമസ് അല്ലേ? ഏതാണ്? ഒന്ന് ശരി. അപ്പൊ അതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. ഒന്ന് ശരി എന്ന് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് മനസ്സിലായി. ഇനി മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ഏതാണ്? മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. ശരിയല്ലേ? 2 ശരി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ന്യൂ ഇന്ത്യ എന്ന പത്രം തുടങ്ങുന്നത് ഗാന്ധിജി ആയിരുന്നു. ആണോ? അല്ല. ഗാന്ധിജിയുടെ പത്രം ഏതായിരുന്നു? യങ് ഇന്ത്യ. അതായത് ഗാന്ധിജി. ന്യൂ ഇന്ത്യ ആരാ തുടങ്ങുന്നത്? ആനി ബെസന്റ്. ആരായിരുന്നു? ആനി ബെസന്റ് ആണ് ന്യൂ ഇന്ത്യ തുടങ്ങുന്നത്. സോ ഇത് തെറ്റാണ്. സോ 3 തെറ്റ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഇന്ത്യ എന്ന് കണ്ട് നിങ്ങൾ ചാടിയില്ല എന്നുണ്ടെങ്കിൽ 3 തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ 3 ഉള്ളതൊക്കെ നമുക്ക് കളയാം. 1, 2 മാത്രം ശരിയെന്ന് ആൻസർ കിട്ടാം. പോവാം. മനസ്സിലാവുന്നുണ്ടോ? സംശയങ്ങളൊന്നും പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് വളരെ ബേസിക് കാര്യമാണ്. ന്യൂ ഇന്ത്യ ആനി ബെസന്റ് തുടങ്ങുന്നതാണ്. യങ് ഇന്ത്യയാണ് ഗാന്ധിജി തുടങ്ങുന്നത്. ഇത് അറിയുമോ? ആൻസർ കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? അടുത്ത ചോദ്യത്തിലേക്ക് പോയി. ഓക്കെ അല്ലേ? ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഈ ഓരോ കാര്യം പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങളാണ്, പേരുകളാണ് പറയുന്നത്. ദയാനന്ദ സരസ്വതി ഇമ്പോർട്ടൻ്റ് ആണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പത്രങ്ങൾ, പലരും തുടങ്ങിയ പത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഇടയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പത്രങ്ങളെ കുറിച്ചുള്ള ചോദ്യം വരും എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ചോദ്യത്തിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ പത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ പറയുന്ന കാര്യം. മനസ്സിലാവുന്നുണ്ടോ? അതുകൂടി നിങ്ങൾ എക്സാമിന്റെ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലാക്കണം. ശരി, അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഐഡന്റിഫൈ ദ റൈറ്റ് വൺസ്. റൈറ്റ് വൺസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ളവയാണ് ചോദിച്ചിട്ടുള്ളത്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ EV രാമസ്വാമി നായ്ക്കർ, പെരിയാർ. മദൻ മോഹൻ മാളവ്യ വാസ് ദ ഫൗണ്ടർ ഓഫ് ഹിന്ദു മഹാസഭ. സ്വാമി വിവേകാനന്ദ വിസിറ്റഡ് കേരള ഇൻ ദി ഇയർ ഓഫ് 1892. എന്തിലെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഇതിലൊന്നിലും സംശയം കാണില്ല എന്ന് വിചാരിക്കുന്നത്. കാരണം ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെയധികം ബേസിക് ആയിട്ടുള്ള, ഡയറക്റ്റ് ആയിട്ടുള്ള, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മുഴുവൻ. 3ഉം ശരിയാണ്. ഓൾ ദ എബവ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. കൃത്യമാണ്. സംശയങ്ങളില്ലല്ലോ? ഓക്കെ അല്ലേ? വിവേകാനന്ദൻ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിൽ വരുന്നു, കേരളം സന്ദർശിക്കുന്നു. എന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇത് ഭ്രാന്താലയമാണല്ലോ എന്ന് പറയുന്നത് അല്ലെ. 892 അദ്ദേഹത്തിന്റെ കേരള സന്ദർശനം നടക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചിക്കാഗോയിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ചിക്കാഗോയിൽ നടന്ന ലോകമത സമ്മേളനം എപ്പോഴായിരുന്നു? 1893 1893 പ്രശസ്തമായിട്ടുള്ള ലോക മത സമ്മേളനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം പങ്കെടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിലും സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു. ശ്രീരാമകൃഷ്ണ മിഷൻ 1897 അദ്ദേഹം സ്ഥാപിക്കുന്നത്. 1897 ശ്രീരാമകൃഷ്ണ മിഷൻ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? രാമകൃഷ്ണ മിഷൻ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. ഇതൊക്കെ രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം ശാരദാ മഠം എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി രണ്ടും ഞാൻ പറയുന്നില്ല, ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുടെ തലത്തിലേക്കൊന്ന് കടക്കുകയാണ്. ലാറ്റിൻ അമേരിക്കൻ കോളനികൾ പ്രധാനമായും ഏത് രാജ്യക്കാരുടേതായിരുന്നു? എളുപ്പമല്ലേ? സ്പെയിൻ ആയിരുന്നു അല്ലെ. നമ്മൾ ട്യൂസ്ഡേ തേഴ്സ്ഡേ ടെസ്റ്റിൽ നമ്മൾ ഓൾറെഡി സൈമൺ ബൊളീവറിനെ കുറിച്ചും അതുപോലെ തന്നെ ജോസെ ഡി സാൻ മാർട്ടിനെ കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആ ഭാഗങ്ങൾ വീണ്ടും നിങ്ങളെ കുറിച്ച് പിന്നെയും ചോദിക്കാണ്ടിരുന്നത് അല്ലെ. ലിബറേറ്റർ എന്നുള്ള പേരിൽ, മോചകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആര് എന്നൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. ആ ടെസ്റ്റുകളിൽ ചോദിച്ചിരുന്നു. എഗെയിൻ ഞാൻ അതവിടെ ചോദിക്കാണ്ടിരുന്നതാണ്. ഇത് ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ആരാണ് ലാറ്റിൻ അമേരിക്കൻ കോടതിയിൽ പ്രധാനമായിട്ട്? സ്പെയിനും പോർച്ചുഗീസുകാരാണ് പ്രധാനമുണ്ടായിരുന്നത്. അതിൽ തന്നെ സ്പെയിൻ ആയിരുന്നു കൂടുതൽ. അതുകൊണ്ട് പോർച്ചുഗീസ് കൺഫ്യൂഷൻ കൊണ്ടുവരാണ്ടിരുന്നതാണ്. സ്പെയിനും അതുപോലെ തന്നെ ആരാണ്? പോർച്ചുഗീസുമാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്രത്യേകം നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പോയിന്റ് ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ പ്രത്യേകം ഉൾപ്പെടുത്തുക. കാരണം ഇംഗ്ലണ്ട് ആയിരിക്കും അല്ലെങ്കിൽ USA ആയിരിക്കും എന്നൊക്കെ ചിലപ്പോൾ വിശ്വസിക്കും. അതുകൊണ്ട് ആരായിരുന്നു? സ്പെയിൻ ആയിരുന്നു എന്ന് പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലാറ്റിൻ അമേരിക്കൻ കോളനികളുടെ പ്രധാനപ്പെട്ട കോളനിവൽക്കരണം നടത്തിയിരുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ, അതായത് ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ, ലാറ്റിൻ അമേരിക്കയിലെ മൊത്തം ആളുകൾ എടുക്കുന്ന സമയത്ത് സ്പെയിൻ എടുത്താൽ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ എണ്ണം എടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിൻ എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ.
ലാറ്റിൻ അമേരിക്കയിലെ ബാക്കി എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ മെക്സിക്കോ അവരെല്ലാം എല്ലാം എടുക്കുന്ന സമയത്ത് അവരിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കോളനിവൽക്കരണത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇനി നമ്മൾ എവിടേക്ക് കിടക്കുകയാണ്? ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യത്തെ ഭാഗം നമ്മൾ ഏതായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? പ്രിയാമ്പിൾ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ഏതായിരുന്നു? പ്രിയാമ്പിൾ ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് പ്രിയാമ്പിൾ? ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. ദ ഓൺലി ഡേറ്റ് റിട്ടേൺ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ഒരേ ഒരു തീയതിയേ ഉള്ളൂ. ആ തീയതി ഏതാണ് എന്നതാണ് ചോദ്യം. 946 ഡിസംബർ 13, 47 ഓഗസ്റ്റ് 15, 49 നവംബർ 26, 50 ജനുവരി 26. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇവയിൽ ഓരോന്നും കൺഫ്യൂസിങ് ആവും ചില ആളുകൾക്ക്, അറിയാത്ത ആളുകൾക്ക്. ആൻസർ എന്താ? 949 നവംബർ 26 എന്നതാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൊത്തം നോക്കിയാൽ ഒരൊറ്റ ഡേറ്റേ ഉള്ളൂ. അത് നമ്മുടെ പ്രിയാമ്പിളിൻ്റെ ഉള്ളിലാണ്, ആമുഖത്തിലാണ്. അതിലെ ഡേറ്റ് 949 നവംബർ 26 എന്ന് പറയുന്ന തീയതിയാണ്. ഈ തീയതിയിലാണ് ഭരണഘടന എന്ത് ചെയ്യുന്നത്? നമ്മൾ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്? ഈ ഡേറ്റിലാണ് നമ്മൾ ഭരണഘടന എന്ത് ചെയ്യുന്നത്? നമ്മൾ നമുക്ക് തന്നെ സമർപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി വേറൊരു കാര്യമുണ്ട്. ഭരണഘടന നിലവിൽ വരുന്നത് എപ്പോഴാ? അത് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 47 ഓഗസ്റ്റ് എന്താ? അന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 46 ഡിസംബർ 13 എന്താ? ആമുഖം അഥവാ പ്രിയാമ്പിൾ ആയി മാറാനുള്ള ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ഡേറ്റ് ആണ് 1946 ഡിസംബർ 13. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഇതിന് അനുമതി കിട്ടുന്നത് 1947 ജനുവരി 22 ക്രോണോളജി മനസ്സിലായോ? 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, എന്താണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ്, ഈ ഭരണഘടനാ സമിതിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് എന്നതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ആ ഇൻട്രൊഡക്ഷൻ ആണ് പിന്നീട് നമ്മുടെ പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത്. ചോദ്യം വന്നിട്ടുണ്ട് ഇതേപോലെ, എന്താണ് പ്രിയാമ്പിൾ ആയിട്ട് മാറിയത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത്. ആരാണ് അത് അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത്. എന്നാണ് അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13 അവതരിപ്പിച്ചത്. ഓക്കെ അല്ലേ? കൃത്യമല്ലേ? സംശയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ്. ഇനി അതിനുശേഷം 1947 ജനുവരി 22 അതിന് അംഗീകാരം ലഭിക്കുന്നത്. സോ ഈ നമ്മളിവിടെ പറഞ്ഞ ഡേറ്റുകൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ഡേറ്റുകളാണ്. പക്ഷേ ചോദ്യം എന്തായിരുന്നു? ഭരണഘടനയിലുള്ള ഒരേ ഒരു തീയതി, അത് 949 നവംബർ 26. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യയിലെ ജനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നത് എന്ത്? ആർട്ടിക്കിൾ 1 പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ്, മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ആമുഖം. ഏതാണ് ആമുഖം? ആമുഖം എങ്ങനെയാ തുടങ്ങുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലേ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. ഇതാണ് എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് പറയുന്നത് ഈ ഭരണഘടനയുടെ അധികാരം ജനങ്ങളിൽ നിന്നാണ് എന്ന് കൃത്യമായി പറയുന്നത് അങ്ങനെയാണ്. കാരണം നമ്മളാണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെ, നമുക്കാണ് ഇത് സമർപ്പിക്കുന്നത് എന്ന് പ്രിയാമ്പിളിന്റെ അവസാനം വ്യക്തമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ വി ദ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് അവരെന്ത് ചെയ്യുന്നു? വി അഡോപ്റ്റ് എന്നെന്ത് ചെയ്യുന്നു? നമുക്ക് തന്നെ സമർപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് പ്രിയാമ്പിൾ അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഡോക്യുമെന്റിൽ കൃത്യമായിട്ട് ജനങ്ങളാണ് ഇതിന്റെ അധികാര സ്രോതസ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. സോ ആമുഖത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തത്, വിച്ച് ഓൾ കൈൻഡ്സ് ഓഫ് ജസ്റ്റിസസ് ആർ മെൻഷൻഡ് ഇൻ പ്രിയാമ്പിൾ. നോക്കൂ, ഏതെല്ലാം തരത്തിലുള്ള നീതികൾ, ഏതൊക്കെയാണ്? സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ അല്ലെ. റിലീജിയസ് ഒന്നുമില്ല, കൾച്ചറൽ ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഏതൊക്കെയാണ്? സാമൂഹികപരമായ, സാമ്പത്തികപരമായ, രാഷ്ട്രീയപരമായിട്ടുള്ള നീതികളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഭരണഘടന തരുന്നു എന്നാണ് പ്രിയാമ്പിളിൽ നമ്മുടെ ആമുഖത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്. കൃത്യമല്ലേ? ഓർത്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓൺ എന്നാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ 946 ഡിസംബർ 13 അത് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത്. അതിന് അംഗീകാരം കിട്ടുന്ന ദിവസം 947 ഫെബ്രുവരി 22 ആയിരുന്നു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ അല്ലേ?
അടുത്തത്, ഹൂ ടേംഡ് ദ പ്രിയാമ്പിൾ ആസ് ദ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ID കാർഡാണ്, തിരിച്ചറിയൽ കാർഡാണ് നമ്മളുടെ പ്രിയാമ്പിൾ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? അത് വേറെ ആരുമല്ല, NA പൽക്കിവാല. NA പൽക്കിവാല. KM മുൻഷി എന്ത് പേരിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അത് എന്ന് പറയുന്നത് നമ്മളുടെ ഹൊറോസ്കോപ്പാണ്, രാഷ്ട്രീയ ജാതകമാണ്, ഹൊറോസ്കോപ്പാണ് എന്ന് പറയുന്നത് KM മുൻഷി ആയിരുന്നു. മനസ്സിലാണോ? നമ്മുടെ രാഷ്ട്രീയ ജാതകമാണ് പ്രിയാമ്പിൾ. ആമുഖം എന്ന് പറയുന്നത്, ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഹൊറോസ്കോപ്പ്, നമ്മളുടെ രാഷ്ട്രീയ എന്താണെന്നാണ് പറയുന്നത്? ജാതകമാണ് എന്ന് പറയുന്നത് KM മുൻഷി ആയിരുന്നു. ഭരണഘടനയുടെ കീ നോട്ട് ആണ് എന്ന് പറഞ്ഞത് സർ ഏണസ്റ്റ് ബേക്കർ ആയിരുന്നു. ഏണസ്റ്റ് ബാർക്കർ ആയിരുന്നു ഭരണഘടനയുടെ കീ നോട്ട് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യങ്ങൾ, സ്റ്റേറ്റ്മെന്റുകൾ ഓരോരുത്തരും പറഞ്ഞത് കൃത്യമായിട്ട് ഓർക്കാനായിട്ട് കൂട്ടുകാര് ശ്രദ്ധിക്കുക. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് വിധി പ്രസ്താവിച്ച കേസ് ഏതായിരുന്നു? വളരെ ഫേമസ് ആയിട്ടുള്ള കേശവാനന്ദ ഭാരതി കേസിലാണ് നമ്മളുടെ ഭരണഘടനയുടെ ഭാഗമാണ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഏത് എന്ന് പറയുന്നത്? പ്രിയാമ്പിൾ, ആമുഖം എന്ന് പറയുന്നത് എന്ന് കോടതി നിരീക്ഷിച്ചു. കാരണം അതിനു മുമ്പ് ബെറൂബാരി യൂണിയൻ കേസ് ഉണ്ടായിരുന്നു. ഈ ബെറൂബാരി യൂണിയൻ കേസിൽ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അല്ല എന്നാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് എന്തിലേക്ക് നയിക്കുന്നു? പിന്നീട് എന്താണ്, ഇത് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇതിന്റെ പേരിൽ പല പല തർക്കങ്ങളും ഉണ്ടാവുന്നുണ്ട്. അവസാനം കേശവാനന്ദ ഭാരതി കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുകയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊരു ഭാഗവും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അമെൻഡ് ചെയ്യാം, പ്രൊവൈഡഡ് ബേസിക് സ്ട്രക്ചറിൽ എന്ത് ചെയ്യരുത്, മാറ്റം വരുത്തരുത്. ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താണ്ട് നിങ്ങൾക്ക് ഭരണഘടന അമെൻഡ് ചെയ്യാം എന്ന് കേശവാനന്ദ ഭാരതി കേസ് വളരെ പ്രധാനപ്പെട്ട വിധി പറയുകയാണ്. പാർലമെന്റിന് അമെൻഡ് ചെയ്യാന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമാണ്. മുന്നത്തെ വിധി എന്ത് ചെയ്യുന്നു, തിരുത്തുന്നു. ബെറൂബാരി യൂണിയൻ കേസിലെ വിധി എന്ത് ചെയ്യുന്നു, തിരുത്തുന്നു. അത് ശരിയല്ല. പുതിയ കേശവാനന്ദ ഭാരതി കേസിൽ പറയുകയാണ് പ്രിയാമ്പിൾ എന്തിന്റെ ഭാഗമാണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പ്രിയാമ്പിളും എന്തിന് വിധേയമാണ്, അമെൻമെന്റിന് വിധേയമാണ് എന്ന് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ബെറൂബാരി യൂണിയൻ കേസിൽ ആമുഖം എന്തിന്റെ ഭാഗമല്ല, ഭരണഘടന ഭാഗമല്ലെന്ന് പറഞ്ഞു. കേശവാനന്ദ ഭാരതി കേസിൽ അത് തിരുത്തി പറഞ്ഞു. പിന്നീട് LIC കേസ് ഉണ്ട്, യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC കേസ് ഉണ്ട്. അതിലെന്ത് ചെയ്തു, ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് ഒന്നും കൂടി ഉറപ്പിച്ചു. LIC കേസ് എന്ന് പറയും. LIC കേസിൽ ഒന്നും കൂടി എന്ത് ചെയ്തു, ഉറപ്പിച്ച് പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗം ആണ് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ. അടുത്ത ചോദ്യം, ദ നാഷണൽ എമർജൻസി ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദ പാർലമെന്റ് വിത്തിൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് എത്ര സമയത്തിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്, പാർലമെന്റ് അംഗീകരിക്കേണ്ടത് എന്നതാണ് ചോദ്യം. എത്രയാണ് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുമോ? ആൻസർ എത്രയാണ്? 1 month, 1 മാസത്തിനുള്ളിൽ ചെയ്യണം. പണ്ട് ഇത് 2 മാസം പാർലമെന്റിന് സമയം കൊടുക്കുമായിരുന്നു. പക്ഷേ 44ാമത്തെ ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്, അതായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ജനതാ ഗവൺമെന്റ് കൊണ്ടുവന്ന 44ാമത് ഭരണഘടനാ ഭേദഗതിയിൽ 2 മാസം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മാസത്തിനുള്ളിൽ പാർലമെന്റ് അനുമതി കൊടുത്താൽ മാത്രമേ അടിയന്തരാവസ്ഥ നിലനിൽക്കുകയുള്ളൂ എന്ന് മാറ്റി, ഒന്നുകൂടി സ്ട്രിക്റ്റ് ആക്കി. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്ത് ചെയ്യുക, പ്രത്യേകം ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. When approved, the national emergency continues for a time of 6 months. അതായത് പാർലമെന്റ് ഒരിക്കൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ദേശീയ അടിയന്തരാവസ്ഥ 6 മാസത്തേക്ക് തുടരുമെന്ന് പറയുന്നു. The term of state legislatures can be extended by 1 year for any number of times during a national emergency. സംസ്ഥാന നിയമസഭകളുടെ കാലാവധി 1 വർഷം വെച്ച് എത്ര തവണ വേണമെങ്കിലും നീട്ടാമെന്നാണ് പറയുന്നത്. ശരിയാണോ? ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാകും. പക്ഷെ 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ബോത്ത് ആർ ട്രൂ. ഒന്നാമത്തെ കാര്യം, പാർലമെന്റ് ഓരോ 6 മാസം കൂടുന്തോറും എന്ത് ചെയ്യേണ്ടതുണ്ട്, 2 സഭകളും ലോക്സഭയും രാജ്യസഭയും എന്ത് ചെയ്യണം, ഇത് അംഗീകരിച്ചുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു സഭ കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയ സഭ എന്ത് ചെയ്യണം, ഇത് അംഗീകരിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ മറ്റേ സഭ എന്ത് ചെയ്യാം, നമുക്കറിയാമല്ലേ, മാക്സിമം എന്ത് ചെയ്യാൻ പറ്റില്ല, 2 തവണയെങ്കിലും ഒരു സഭ കൂടിയിരിക്കണം 1 വർഷത്തിൽ. അതുകൊണ്ട് 1 വർഷത്തിൽ എന്ത് ചെയ്യും, എന്തായാലും 2 തവണ കൂടും, എപ്പോഴെങ്കിലും കൂടേണ്ടി വരും അല്ലെ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, 6 മാസത്തിനുള്ളിൽ വന്ന് കൂടേണ്ട സ്ഥിതി എന്തായാലും വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം, 2 സഭകളും അംഗീകരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
നാഷണൽ എമർജൻസി തുടർന്നു പോവുകയുള്ളൂ. ഇനി രണ്ടും, അതായത് പാർലമെന്റിന്റെ എന്താ പറയുക സഭകളുടെ നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ എന്താ പറയുക ആ കാലാവധിയാണ് എന്നുണ്ടെങ്കിലും, ഇനി ലോക്സഭയുടെ അതായത് ലോക്സഭയുടെ കാലാവധിയാണ് എന്നുണ്ടെങ്കിലും, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളുടെ കാലാവധി ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? 1 ഇയർ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ലോക്സഭയുടെ കാലാവധി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ സമയത്ത് എന്ത് ചെയ്തിരുന്നു? 1 വർഷം ആദ്യം കൂട്ടി, പിന്നെ എഗെയിൻ 1 വർഷം കൂടി കൂട്ടി. പക്ഷേ ഇത് എടുക്കേണ്ടി വന്നില്ല. അതിനു മുന്നേ തന്നെ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. 29 മണിപ്പൂർ became the state which has seen president's rule for the most number of times recently. How many times Manipur was under president's rule including the recent declaration? അപ്പോൾ ഈ അടുത്ത് പേപ്പറുകളിൽ ഉണ്ടായതായിരുന്നു, മണിപ്പൂരിലെ മുഖ്യമന്ത്രി രാജിവെച്ചു, വീണ്ടും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. എത്രാമത്തെ തവണയാണ്? അപ്പൊ ഇതോടുകൂടി മണിപ്പൂർ ഏറ്റവും അധികം തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ട സംസ്ഥാനമായിട്ട് മാറി. എത്രാമത്തെ തവണയാണിത് എന്നാണ് ചോദിക്കുന്നത്. 11 തവണയാണ് ഇപ്രാവശ്യത്തെ കൂടി കൂട്ടിയിട്ട് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഉണ്ടായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? എത്ര തവണയാണ്? 11 തവണയാണ് രാഷ്ട്രപതി ഭരണം ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം എന്ത് ചെയ്യുക? പ്രത്യേകം ആലോചിക്കുന്നതിന് വേണ്ടി കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ മൊത്തം ദേശീയ അടിയന്തരാവസ്ഥ എത്ര തവണ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്? 3 തവണ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രത്യേകം എന്ത് ചെയ്യുക? ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം 1962 ഇന്ത്യ ചൈന വാറിന്റെ സമയത്തായിരുന്നു. പിന്നെ 1971 ഇന്ത്യ ബംഗ്ലാദേശ് വാറിന്റെ സമയത്ത് പ്രഖ്യാപിച്ചു. പിന്നെ എന്ത് സംഭവിക്കുകയായിരുന്നു? പിന്നീട് അതായത് ഇതിൻ്റെ ഇടയിൽ 1965 ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുന്നുണ്ട്. പക്ഷെ ഈ അടിയന്തരാവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ടായിരുന്നു. പിന്നെ 1968 ഈ അടിയന്തരാവസ്ഥ എന്ത് ചെയ്യുന്നത്? റദ്ദ് ചെയ്യുന്നത്. പിന്നെ 71 എന്ത് ചെയ്തു? ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. ഏതാണ്? 2ാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ബംഗ്ലാദേശ് വാറിന്റെ സമയത്ത്. ഇതും പിൻവലിക്കാൻ മറന്നുപോയി. പിന്നീട് 1975 നമ്മൾ ഇന്റേണൽ എമർജൻസി അടിയന്തരാവസ്ഥ പിന്നെ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ടില്ലേ? ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചേർത്ത് 1977 എന്ത് ചെയ്യുന്നത്? രണ്ടും കൂടി വേണ്ടെന്ന് വെച്ചാൽ റദ്ദ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 1977 മാർച്ച് 21 രണ്ടും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? 2 അടിയന്തരാവസ്ഥയും കൂടി ചേർത്തിട്ടാണ് റദ്ദ് ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? സംഭവിക്കുന്നുണ്ട്. ഇത് ആലോചിക്കാനായിട്ട് കൂട്ടുകാരെ പ്രത്യേകം എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഏതാ? സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രപതി ഭരണം. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം അവസാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വർഷമായിരുന്നു? ഏത് വർഷം അറിയോ? 1982 1982 ആദ്യം പ്രഖ്യാപിക്കപ്പെടുന്നത് 1956 മാർച്ചിലാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, അപ്പൊ കേരളം ഉണ്ടായിട്ടില്ലല്ലോ, നവംബറിലല്ലേ ഉണ്ടാവുന്നത്? ആണ്. പക്ഷെ കേരളം ഉണ്ടായിട്ട് അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടാവുന്നില്ല. 1957 ഏപ്രിൽ 4 ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ഇതുവരേക്കും അപ്പോൾ കേരളം ഉണ്ടായപ്പോൾ മുതൽ കേരളത്തിന്റെ ആദ്യത്തെ ഗവൺമെന്റ് വരുന്ന കാലഘട്ടം വരെ കേരളമുണ്ട്. എന്ത് നടക്കുന്നുണ്ട്? അടിയന്തരാവസ്ഥയാണ്, രാഷ്ട്രപതി ഭരണമാണ്. സോ അപ്പൊ തന്നെ അടിയന്തരാവസ്ഥയിലാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ തുടർച്ചയായി ഒരുപാട് തവണ വന്നിട്ടുണ്ട്. കേരളത്തിൽ മൊത്തത്തില് 7 തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ 1982 എന്ത് ചെയ്തു? ഈ അടിയന്തരാവസ്ഥ അവസാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നീട് നമ്മുടെ ഇവിടെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റുകളാണ് തുടർച്ചയായിട്ട് മാറി വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? 7 തവണ പ്രഖ്യാപിച്ചു. ഇത്രയും കാലം പഞ്ചാബിനായിരുന്നു റെക്കോർഡ് ഏറ്റവും അധികം തവണ എന്നുള്ളത്. മണിപ്പൂർ ഇപ്പം എന്ത് ചെയ്തു? 1 തവണ കൂടി കിട്ടിയപ്പോൾ മണിപ്പൂർ ആ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അത് നല്ല റെക്കോർഡല്ല, എന്നാലും സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളുടെ ഇത്തവണത്തെ ചർച്ചയിൽ ഉള്ളത്. കൃത്യമായിട്ട് കുറേയധികം ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീക്കിൽ നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷനുമായി കണ്ടുമുട്ടാം. താങ്ക് യു എവരിവൺ. നമ്മളുടെ സ്റ്റഡി പ്ലാനുകൾ കൃത്യമായി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ഭാഗങ്ങൾ റിവൈസ് ചെയ്യുക, പഠിക്കുക. നല്ല രീതിയിലേക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.